ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. परमेश्वर के नाम की स्तुति हो। आशीषमय इस दिन के लिए फिर से मैं प्रभु का धन्यवाद और स्तुति करता हूँ। ബഹുമാന്യ കർത്തദാസൻ ജെയിംസ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 ദിവസങ്ങൾ രാത്രി മീറ്റിംഗുകൾ ദൈവജനവുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ കർത്താവ് വെളിവിനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന്റെ എല്ലാ മഹത്വവും വീണ്ടും അർപ്പിക്കുന്നു. जेम्स पास्टर ने जिस तरह से याद दिलाया पिछले 4 दिन प्रभु के वचन लेकर आपके बीच में होने के लिए परमेश्वर ने मुझे बलवंत किया, उसके लिए फिर एक बार प्रभु का धन्यवाद करता हूँ। ഈ ദീർഘദിവസങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ അനുവദിച്ച ആ പ്രത്യേകമായ കാര്യത്തെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ വളരെ നന്ദിയുള്ളവനും ദൈവമക്കളോടും വളരെ നന്ദിയുള്ളവനുമായിരിക്കുന്നു. और इन दिनों में मुझे आप लोगों ने आपके साथ प्रचार सेवकाई करने के लिए जो मौका और अवसर दिया, उसके लिए मैं तहे दिल से आप लोगों का धन्यवाद करता हूँ, कलीसिया का और सारे सदस्यों का। ഷാർജയിലെ ദൈവമക്കളുടെ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ നേരിട്ട് കടന്നു വന്നായാലും സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ആയാലും ദൈവജനവുമായി അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ നിങ്ങളുടെ മധ്യയിൽ നിൽക്കുമ്പോൾ എളിയവർ ഇപ്പോൾ ആയിരിക്കുന്ന റാന്നിയിലെ തോട്ടമണ്ണ ദൈവസഭയ്ക്ക് അകത്ത് നിൽക്കുന്ന അതേ ഫീലിംഗ് ആണ് എനിക്കുണ്ടാകുന്നത്. और शारजा के इस कलीसिया के साथ प्रत्यक्ष में मैं आप लोगों के साथ हूँ या फिर जूम के मंच के द्वारा आप लोगों के साथ जुड़ता हूँ। रानी में मेरा जो चर्च है तोटमन चर्च, उस कलीसिया में खड़े होने के जैसा एक अनुभूति मेरा होता है। അവിടെ ശുശ്രൂഷിക്കുന്ന ആ നിലയിൽ തന്നെയാണ് ദൈവമക്കളുമായിട്ട് ഈ തിരുവചനങ്ങൾ പങ്കുവയ്ക്കുന്നത്. और वहां पर जिस तरह से मैं सेवकाई करता हूँ, वचन प्रचार करता हूँ, उसी रीति से मैं आप लोगों के साथ भी वचन का प्रचार करता हूँ। റാന്നിയിലെ ദൈവമക്കൾ പലരും നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടല്ലോ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. और रानी के कई सदस्य प्रभु के बच्चे लोग संतान हमारे बीच में है, उनके लिए भी मैं प्रभु का धन्यवाद देता हूँ। ഞാൻ ആരുടെയും പേരെടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും അന്യോന്യം അറിയുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. किसी का नाम लेकर बताना नहीं चाहूंगा, हम सब एक दूसरे को जानते हैं, पहचानते हैं। ക്ഷമയോടെ ദിവസങ്ങളൊക്കെ ദൈവജനം കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ വളരെ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരും നിങ്ങളെ ഓർത്ത് കർത്താവ് എനിക്ക് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. और संयम के साथ मुझे सुनने वाले तमाम लोगों के लिए प्रभु का धन्यवाद करता हूँ। और प्रभु जैसा अनुग्रह मुझे देता है, क्षमता मुझे देता है, उसके आधार पर आप लोगों के लिए जब मौका मिले प्रार्थना भी करता हूँ। ഈ ദീർഘദിവസങ്ങൾ ഇങ്ങനെ സമയം വേർതിരിച്ച് ഉപവാസത്തോടെ പാതപെടുത്തെങ്കിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിലെ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ വളരെ ദൈവഭയത്തോടാണ് നിങ്ങളുടെ മധ്യ ജനായിരിക്കുന്നത്. और इस तरह से लंबे समय के लिए उपवास और प्रार्थना के साथ बैठे हुए कलीसिया लोगों के बीच में जब मैं सेवकाई करता हूँ, बड़े डर भय के साथ आपके बीच में हूँ। അതേ ദൈവാലയമെടുത്തെങ്കിൽ ഇങ്ങനെ ഉപവസിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ നിയോഗത്താറുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ऐसे उपवास और प्रार्थना के साथ बैठे हुए लोगों के बीच में कुछ भी आकर प्रचार नहीं कर सकते। जो परमेश्वर प्रेरणा देता है उन्हीं बातों को यहाँ पर उस नियोग के अनुसार हम प्रचार करते हैं। അതുകൊണ്ട് ദൈവമക്കളുടെ ആ നിലവാരത്തിൽ അല്ലെങ്കിലും ഒരളവിൽ ഞാനും നിങ്ങളോടൊപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. और इसलिए आप लोगों के साथ, आप लोगों के उतना उस गुणवत्ता में ना सही, लेकिन मैं भी प्रार्थना में आप लोगों के साथ हूँ। ശരീരത്തിൽ പല ബലഹീനതകൾ ഉള്ളത് കൊണ്ട് എനിക്ക് പൂർണ്ണ സമയം ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അല്പമായ ബുദ്ധിമുട്ടുണ്ട്. ചില മെഡിസിനുകളൊക്കെ എടുക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് ലജ്ജയോടെ ഓർപ്പിക്കുകയാണ്. അത് നിമിത്തം ഭാഗികമായിട്ട് മാത്രമേ എനിക്ക് ഉപവാസത്തിൽ പങ്കുകൊള്ളാനായിട്ട് കഴിയുന്നുള്ളൂ. അതിലെനിക്ക് ദുഃഖമുണ്ട്. शारीरिक कुछ कमजोरियों की वजह से, क्योंकि कुछ दवाई लेता हूँ, पूर्ण रूप से उपवास नहीं ले सकता। और ये मैं लज्जा के साथ कहता हूँ, दुख के साथ कहता हूँ, इसलिए सिर्फ आधा या फिर भागीय उपवास में ले सकता हूँ। ഞങ്ങളെയൊക്കെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ അതേ വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. हमारे लिए आप लोग प्रार्थना करते हैं, ऐसा विश्वास करता हूँ। आगे भी प्रार्थना करने का विनती करते हैं। ഈ ദിവസങ്ങളിൽ എളിയവൻ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ പ്രിയ ലിജു ബ്രദർ വീണ്ടും എളിയവൻ പറയുന്ന വാക്കുകളെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കുന്നവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. और अनुवाद करने के लिए भी मेरे भाई को सहायता करते हैं, इसलिए प्रभु का धन्यवाद। ഞാൻ ചിന്തിക്കുന്ന കർത്താവിന്റെ ദാസൻ ഈ ദീർഘദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഈ ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കും. കർത്താവ് തനിക്ക് പ്രത്യേകം ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. और प्रभु के दास भी इस खास समय में दीर्घ समय से पूरी समय सेवकाई में है। परमेश्वर ही उनको बलवंत करे। ഇതൊന്നൊരു പുകഴ്ചവാക്കായിട്ട് പറയുകയല്ല, പ്രാർത്ഥനയിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ദൈവമക്കൾ കർത്താവിന്റെ ദാസനെ ലിജോ പറഞ്ഞവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ये कोई घमंड की बात नहीं है, लेकिन सेवकाई के समय में प्रार्थना के नियोग में कहना चाहते हैं। अनुवाद करने वाले भाई के लिए आप लोग प्रार्थना करते हैं, आगे भी प्रार्थना करते रहना, ऐसा मैं विनती करता हूँ। നമുക്ക് ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. परमेश्वर के वचन की ओर हमारे ध्यान को हम ले आएंगे।
കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം അധ്യായത്തിൽ പറയുന്ന ഉപവാസ പ്രാർത്ഥനയിൽ സ്വയശോധന ചെയ്ത് ദൈവഹിതത്തിന് വിരോധമായി എന്തെങ്കിലും അന്യായ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം അഴിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. प्रभु के दास ने जिस तरह से हमको याद दिलाया कल रात को, जो विषय हमने सोचा यशायाह नबी का किताब 58 उसका 6 में से कोई अन्याय बंधन या ऐसा कोई दंड हमारे जीवन में है तो उसका आत्मनिरीक्षण करके उसमें से हमें स्वतंत्रता पाना है, जय पाना है। इस विषय में हमने कल चर्चा किया। എനിക്കറിയാം, വലിയ കൂടിയ കാര്യങ്ങളൊന്നും അല്ല, നമ്മള് വലിയൊരു പ്രസംഗമൊന്നും അല്ല നമ്മളിവിടെ നടത്തുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ അടിസ്ഥാനപരമായി ദൈവമക്കൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. मैं जानता हूँ बहुत बड़ा प्रचार कुछ यहाँ पर नहीं किया जा रहा, लेकिन बुनियादी तौर पर जिन बातों को हमारे मन में हमको रखना है, जिसका प्रभु के लोगों को ध्यान रखना चाहिए, उन विषयों के बारे में हम यहाँ बताते हैं। അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തദാസന്മാരിൽ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട മറ്റ് മെസ്സേജുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുവാനിടയായിത്തീരും. और पिछले दिनों में कई अन्य प्रभु के दासों के द्वारा आप लोगों को ये वचन मिला, आगे भी ऐसा ही परमेश्वर का वचन आप लोगों को मिलता रहे। എന്നാൽ കൂട്ടത്തിൽ നമ്മൾ ഈ ധ്യാനിച്ച ഈ കാര്യങ്ങൾ കൂടെ വളരെ ഗൗരവമായി നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണമെന്ന് ഒരിക്കൽ കൂടെ ദൈവസ്നേഹത്തിൽ ഓർമ്മിക്കുന്നു. लेकिन उसी के साथ इन बातों को जो आपने सुना उसे भी आपके हृदय में संग्रह कर लेना, ऐसा प्रभु के प्रेम में आपको याद दिलाना चाहूंगा। സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വാക്യമുള്ളത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ ദൈവം ഭക്തൻ എന്ത് ചെയ്യും? भजन संगीता में एक ऐसा वचन है, अगर नेव हिल जाता है तो धर्मी क्या करेगा। ആമേൻ. അത് അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങളിൽ നിലനിന്നുകൊണ്ട് വേണം മുകളിലോട്ടുള്ള എല്ലാ പണികളും നമ്മൾ നടത്തിയെടുക്കാനായി. तो नेव की बातों को, बुनियादी बातों को जानकर उसके ऊपर हमारा निर्माण होना चाहिए। നാം ഈ പഠിക്കുന്ന കാര്യങ്ങൾ ദൈവമക്കൾ പാലിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ പാലിക്കുന്നവർ കുറെ കൂടെ നന്നായി ചെയ്യുക. ഇതിനെക്കുറിച്ച് ഗൗരവമായി എടുത്തിട്ടില്ലാത്തവർ വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കുക. जिस तरह से आरंभ में मैंने बताया, मैं जानता हूं कि इन बातों को आप लोग इसका आज्ञा मानते हैं और इसलिए इसको और पुख्ता तरीके से इसको मानना, और जो इसको नहीं मानते उन लोगों को ये जरूर गंभीरता से लेना है। ദൈവമക്കളുടെ ഏതെങ്കിലും അശ്രദ്ധ കൊണ്ട് ജീവിതത്തിൽ കടന്നു വരാമായിരിക്കുന്ന ഒരു 5 വിധം ബന്ധനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. मसीह लोगों के जीवन में किसी भी लापरवाही की वजह से जो 5 दंड या बंधन आ सकते हैं उसके बारे में हम बात कर रहे हैं। ഈ ബന്ധനം എന്നുള്ള വാക്ക് കേൾക്കാൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആമേൻ. സ്വന്തം ബന്ധനം ഉദ്ദേശിക്കുന്നത് ദൈവഹിതമില്ലാത്ത സാധാരണ സ്വാധീനങ്ങൾ നമ്മുടെ മേൽ കടന്നു വരുന്ന അനുഭവങ്ങളെയാണ്. बंधन इस लफ्ज को इस्तेमाल करना हम लोगों को अच्छा नहीं लगता, मैं जानता हूं, लेकिन इस मतलब से, इस लफ्ज से यही मतलब निकाला जाता है, परमेश्वर के विरोध में जो बातें शैतान हमारे जीवन में प्रभाव लाकर हमसे करवाते हैं। ഇന്നലെ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. വേഗത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. कल हमने 3 मुद्दों को देखा, आगे की 2 मुद्दे आज हम देखेंगे और उसके साथ हमारे जीवन को सुरक्षित करने के वो विषय को भी बताकर मैं खत्म करना चाहूंगा। ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചത് ഒന്ന്, നമ്മോട് ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും അതേ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്ന കാര്യമാണ് ഒന്നാമത് ചിന്തിച്ചത്. कल हमने पहले मुद्दा ये सोचा, अगर किसी को हमारे विरोध में कुछ लगता है तो उसके साथ मेल मिलाप करने का विषय। രണ്ടാമത് നമ്മൾ പഠിച്ചത്, നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചെന്ന അനുഭവം മനസ്സിലാക്കി നാം ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്, രണ്ടാമത് ചിന്തിച്ചത്. और दूसरा मुद्दा हमने ये सोचा, अगर हमको किसी के विरोध में कुछ है, किसी ने हमारे साथ कोई अपराध किया, तो उस व्यक्ति को जिस तरह से यीशु मसीह ने क्षमा किया, उसी दिन मंशा से हमारे दिल से क्षमा करके उस विषय को पूर्ण रूप से भूल जाना। ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തടവിലായി പോകുന്ന അനുഭവങ്ങളും ദണ്ഡനത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളും ഉണ്ടെന്ന് കാണുകയുണ്ടായി. और ये दोनों बातों को अगर हम नहीं करते तो एक हम बंदी गृह में बंध सकते हैं और दूसरा कोई दंड का सामना हम कर सकते हैं, ये भी हमने देखा। ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, വീണ്ടും നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങി പോകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്നോടെ പറയുന്നു. गलातियों की पत्री उसका 5वां अध्याय का पहले वचन में लिखा है, मसीह ने स्वतंत्रता के लिए हमें स्वतंत्र किया है, सो इसी में स्थिर रहे और दासत्व के जुए में फिर से ना जूतो। ആമേൻ. അവിടെ ഗലാത്യരോട് സംസാരിക്കുമ്പോൾ ഉപദേശപരമായ വിഷയങ്ങളിൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് അവർ കടന്നു വന്നിട്ട് വീണ്ടും ഉപദേശപരമായ വിഷയങ്ങളിൽ
അത് പഴയ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥ കണ്ടുകൊണ്ടാണ് അവരുടെ അവിടെ ആ കാര്യം സംസാരിക്കുന്നത്. वहां पर गलातियों की कलीसिया को जो वचन बताया गया है, क्योंकि वो सच्चाई को जानकर सच में आए हैं, लेकिन उसके बाद जो पिछड़ने की अवस्था है, पुरानी अवस्था को जाते हैं, ये देखकर पौलुस ने उनको ये उपदेश दिया। എന്നാൽ ഇന്ന് പകൽ നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത് ഉപദേശപരമായ വിഷയങ്ങൾ മാത്രമല്ല, ജീവിതപരമായ കാര്യങ്ങളിലും പെശകൾ സംഭവിച്ചാൽ അത് നമ്മളെ വീണ്ടും അടിമനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ്. लेकिन आज हम केवल उपदेश के विषय में नहीं, लेकिन हमारे जीवन के व्यवहार में ऐसा अगर हम पिछड़ जाए, गलती कर बैठे, तो वो हमें फिर से उस जुबे के नीचे हमें ले जाएगा। उस विषय में बात करेंगे। നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് നമ്മുടെ ഉപദേശം സൂക്ഷിക്കണം, രണ്ടാമത് നമ്മുടെ ജീവിതം സൂക്ഷിക്കണം. तो हमें दो बातें हैं जिसको हमें सावधानी से सुरक्षित रखना है। एक जो है हमारा उपदेश और जो संदेश है, और दूसरा जो है हमारा जीवन, हमारा व्यवहार। അതുകൊണ്ടാണ് 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുമ്പോൾ, നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിക്കുക, എന്നാൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കുമെന്ന് അവിടെ പറയുന്നു. पहला तीमुथियुस हम देखते हैं उसका 4:16 में पौलुस तीमुथियुस को कहता है, तू इन बातों पर स्थिर रहे, क्योंकि ऐसा करने से तू अपने आप को और तेरे सुनने वालों का उद्धार का कारण होगा। വചനം ശുശ്രൂഷിക്കുന്നവരും വചനം കേൾക്കുന്നവരും ഒരുപോലെ അനുസരിക്കേണ്ട കാര്യമാണ് ജീവിതവും ഉപദേശവും ഒരുപോലെ സൂക്ഷിക്കുക എന്നുള്ളത്. वचन प्रचार करने वाला, वचन सुनने वाला, दोनों ही एक समान इन बातों को ध्यान देना है। एक अपना उपदेश को सही रखना और दूसरा अपने जीवन में सही व्यवहार करना। അതേ ഉപദേശപരമായ കാര്യങ്ങൾ എത്ര സത്യസന്ധമായിട്ട് അനുസരിച്ചാലും ജീവിതത്തിൽ വിഷയം ഉണ്ടായാൽ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണം ഉണ്ടാകുന്നില്ല. उपदेश में हम कितना भी सच्चाई क्यों न बरते, लेकिन हमारे जीवन के व्यवहार में वो सच अगर प्रतिफल नहीं होता तो उसका कोई उपयोग और लाभ नहीं। ജീവിതത്തിൽ സ്വഭാവപരമായി കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ഉപദേശത്തിൽ പെശക് സംഭവിച്ചാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. और इसी तरह से अगर हमारा जीवन एकदम सही चले, लेकिन उपदेश में अगर हम मिलावट करते हैं तो इससे भी कोई लाभ नहीं। അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ അടിമനുഭവത്തിൽ കുടുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാം. और इसलिए इन दोनों बातों को, उपदेश और जीवन, दोनों को साथ लेके जाना है। ऐसा नहीं करेंगे तो हम ऐसे जूतों में बंध सकते हैं। അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും ദൈവത്തിന്റെ സ്വർഗീയമായ ദാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്തവർ ആത്മീയമായി പുറകോട്ട് പോയാൽ അവർക്കുണ്ടാകുന്ന ദുരന്തം വലുതാണെന്ന് അവിടെ പറയുന്നു. इब्रानी के पत्री 6 उसका 6 से 8 तक लिखा है, इसीलिए जिन लोगों ने वचन को जान लिया है वो अगर भटक जाए तो उनके जीवन में जो प्रकट होने वाला है वो कितना बड़ा कलंक है। എബ്രായ ലേഖനം 10:26-27 വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും, സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം നാം മനഃപൂർവ്വം പിന്മാറിപ്പോയാൽ ഉണ്ടാകുന്ന ദുരന്തം എത്ര വലുതാണെന്ന് അവിടെ പറയുന്നുണ്ട്. और आगे इब्रानी की पत्री 10 उसका 26 और 27 में भी यही लिखा गया है, जिसने सच को जाना है और जान के पहचानने के बाद उसे जानबूझकर अगर पाप करेंगे तो उनका विषय में कितना बड़ा दंड होगा। അപ്പോൾ യഥാർത്ഥമായ ദൈവാലോചനകൾ നമ്മൾ ലഭിച്ച് അതിൽ നമ്മൾ ആയി തീർന്നിട്ട് ആ ആദ്യ വിശ്വാസം നമ്മൾ അവസാനത്തോളം സൂക്ഷിച്ചുകൊണ്ടാൽ ദൈവത്തിന്റെ ഭവനമാകുമെന്നാണ്. तो इसका मतलब जो सच्चाई के वचनों को हम सुनते हैं और आरंभ के वचन जो हमने सुना है, उस वचन को अंत तक अगर उसको सुरक्षित रखते हैं तो हम एक आत्मिक ग्रह बनेगा। ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മുടെ മനസ്സിൽ കരുതണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വീണ്ടും വരട്ടെ. इन तमाम बातों को बड़े ध्यानपूर्वक और गंभीरता से हमारे अंदर हम संग्रह कर लेना, ग्रहण कर लेना, और ऐसा कहते हुए अगला विषय की ओर बढ़ना चाहूंगा। മൂന്നാമത് നമ്മൾ ഇന്നലെ രാത്രിയിൽ പഠിച്ചത് നാം പറയുന്ന കാര്യങ്ങൾ എത്ര സത്യമായ കാര്യമായിരുന്നാൽ പോലും മറ്റൊരാളുടെ കുറ്റം നാം വേറൊരാളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. और कल हमने तीसरा ये सोचा, हम जो कहते हैं वो कितना भी सच क्यों ना हो, दूसरे व्यक्ति के बारे में तीसरे व्यक्ति को कहना गलत है। ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ കഴിയുമല്ലോ, സ്പീക്ക് ഈവിൾ ഓഫ് നോ മാൻ. किसी व्यक्ति के बारे में दोष बात नहीं करना. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് കാണുവാനിടയായി തീർന്നു. ദൈവം ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ സർവശക്തനായ ദൈവമാണെങ്കിലും അവിടുന്ന് ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ആരെയും തുച്ഛീകരിക്കുന്നില്ല. हमने परमेश्वर के बारे में जाना, परमेश्वर अपनी महान बुद्धि में, उस समझ में सब लोगों के बारे में सब कुछ जानता है, उसके बावजूद वो किसी को तुच्छ नहीं जानता. അപവാദം പറയുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ് നമ്മൾ കാണുകയുണ്ടായി. और हमने ये भी देखा, दोष लगाना शैतान का कार्य है. അവന്റെ പിശാചെന്ന അത് മൂലഭാഷാ വാക്കിന്റെ അർത്ഥം നമ്മൾ കാണുന്നു, അവയെ പരദൂഷണ വ്യവസായി എന്നാണെന്ന് കാണുവാൻ കഴിയും. और शैतान का जो मूल भाषा में जो उसका भाषांतर अनुवाद किया जाता है तो वो दोष लगाने वाला व्यवसायी ऐसा है.
കർത്താവിനെ ക്രൂശിച്ച ജനത്തിന് വേണ്ടി കൂടെ ആ കഠോരമായ പീഡയുടെ നടുവിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ പ്രാർത്ഥിച്ചത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. और यीशु मसीह जब सलीब पर था, जिन लोगों ने उसके विरोध में कार्य किया उनके लिए प्रार्थना किया कि ये जो करते हैं ये नहीं जानते, इसलिए पिता परमेश्वर आप इन्हें माफ कर देना. നമുക്ക് പറയാൻ കഴിയട്ടെ, കർത്താവേ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, ആ വ്യക്തിയെ ഞാൻ വിടുവിക്കുന്നു എന്ന് പറയാനിടയായി തീരട്ടെ. हमसे कहना है और हमें ये कहना होना है कि मैं उस व्यक्ति को क्षमा करता हूँ, मैं उसको छुटकारा देता हूँ. അങ്ങനെ ചിലരൊക്കെ വിടുവിക്കപ്പെടാനായിട്ടുണ്ട്. ऐसे कुछ लोगों को छुटकारा पाना है, അത് ഭാവിയിൽ നമുക്ക് നന്മയായി തീരും. और वो भविष्य में हमारे लिए भी भलाई होगा. ആമീൻ. കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ, വിടുവീൻ എന്നാൽ നിങ്ങളും വിടുവിക്കപ്പെടും. परमेश्वर का वचन कहता है कि तुम छुड़ा दो तो ताकि तुम भी छुड़ाई पाए. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയ്ക്ക് തക്കവണ്ണമാണ് നമുക്കും ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നത്. हम दूसरों को जिस तरह से दया दिखाते हैं उसी तरह का दया हमें परमेश्वर से प्राप्त होता है. കരുണ കാണിക്കാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്നാണ്. और जो दया नहीं करता उनको बिना दया का दंड होगा, ऐसा लिखा है. ആമീൻ. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്ന് ദൈവത്തിന്റെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു. याकूब की पत्री में लिखा है, करुणा और दया जो है परमेश्वर के न्याय के ऊपर जयवंत होता है. നമ്മൾ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഏതെങ്കിലും ഒരു പോരായ്മ നമ്മുടെ ജീവിതത്തുണ്ടെങ്കിൽ നാം കാണിച്ച കരുണയിലൂടെ ദൈവം തമ്പുരാൻ ഒരു ഗ്രേസ് മാർക്ക് തന്ന് നമ്മളെ വിടുവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. और मैं ऐसा समझ जाता हूँ, जब न्यायासन के सामने होंगे, अगर कोई छोटी गलती हमारे जीवन से हो गया है, हमने जो दया करुणा दिखाया उसका बल पर परमेश्वर हमको थोड़ा सा अधिक मार्क अंक दे देगा. അത് നിങ്ങൾ ഉപദേശമാക്കണ്ട, എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കട്ടെ, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു ഇതിന് വചനം പറയും. इसे आप लोग उपदेश नहीं बनाना, बस अपने दिल में रखना, क्योंकि करुणा दिखाना जो है ऐसा न्याय के समय में उसके ऊपर जय पाकर हमारे लिए प्रशंसा का बात बनेगा. അതുകൊണ്ട് സകല മനുഷ്യരോടും നിരപ്പും സമാധാനമുള്ള ഒരു ജീവിതത്തിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ആരുടെയും കുറ്റം പറയാതെ നമുക്ക് സൂക്ഷിക്കാം. യേശു കർത്താവിനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരാകാം. इसलिए तमाम लोगों के साथ शांति को बरतते हुए मेल मिलाप की जीवन को रखे. यीशु ने जिस तरह से उनके लिए प्रार्थना किया, वैसे विनती करने वाले हम बने. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണല്ലോ. प्रेम जो है पाप की बड़ी महिमा को ढांप देता है, ऐसा वचन लिखता है. ആമീൻ. ഈ വിധത്തിൽ പിന്നെയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം മുഴുവൻ ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. इस बारे में बहुत कुछ कहना है, लेकिन क्योंकि समय की सीमा है तो अगले विषय में आना चाहूंगा. ഇനി ഇന്ന് പകലിൽ രണ്ട് കാര്യങ്ങൾ ആമീൻ നമ്മുടെ ജീവിതത്തിൽ സാത്താന്യ അവകാശങ്ങൾ നിലനിൽക്കാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട്, ബന്ധനങ്ങൾ നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി അനുസരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. दो और विषय के बारे में आज सोचेंगे ताकि शैतान का कोई भी अवकाश, अधिकार या उसका दावा हमारे जीवन में ना हो. ആമീൻ. അതിന് നാലാമതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിന് ഇങ്ങനെ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. चौथा जो मुद्दा हम सोचेंगे उसको इस तरह का शीर्षक हम दे सकते हैं, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകളിൽ ദൈവമുമ്പാകെ വിശ്വസ്തരായിരിക്കുക. परमेश्वर ने जो भौतिक आशीष हमको दिया है उसके सामने विश्वास योग्य ईमानदार बने. പല കാരണങ്ങളാൽ ദൈവത്തിന്റെ ദാസന്മാർ പലരും ദൈവസഭയെ ശുശ്രൂഷിക്കാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നാലാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. और ये चौथा बात जो है, बहुत सी कारणों के वजह से प्रभु के दास लोग कलीसिया में सिखाना इतना पसंद नहीं करते. ऐसा एक विषय है जो हम सीखने वाले हैं. കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ദൈവമക്കൾക്ക് അത് എന്താണെന്ന് മനസ്സിലാകും. बात का जो विवरण दिया जाएगा आप लोग समझ पाएंगे कि क्या है. സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച് ദൈവസഭയെ പഠിപ്പിക്കുവാൻ അനേക ദൈവദാസന്മാർ മടിക്കുകയാണ്. धन के बारे में कलीसिया में सिखाने के लिए बहुत से जो प्रभु के दास लोग हैं वो इतना रुचि नहीं रखते. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാരുടെ കർത്താവിന്റെ സ്നേഹത്തിന് അങ്ങനെ ആ കാര്യത്തിൽ മടിക്കുന്നവരാരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ അവരെക്കുറിച്ച് അവരോട് ഓർപ്പിക്കാമെന്ന് കർത്താവിന്റെ ഉപദേശ രീതിയിൽ പറഞ്ഞാൽ, ആമേൻ, സ്വതം നാം ആ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാഞ്ഞത് കൊണ്ട് ആ വ്യക്തി അത് അനുസരിക്കാതെ പോയാൽ ആ വ്യക്തിയുടെ രക്തം ചിലപ്പോൾ നമ്മളോട് ചോദിച്ചെന്ന് വരും. और ऐसा बात करने में संकोच करने वाले प्रभु के दास लोगों को मैं ये कहना चाहूंगा, इस धन के बारे में विषय में आप अगर नहीं सिखाएंगे और कोई इसको ना जानने या अनजान के होने के वजह से वो उसकी आज्ञा नहीं मानता, उस व्यक्ति का लहू आपसे हिसाब लिया जाएगा. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ദൈവജനം പഠിക്കുമ്പോൾ വിശ്വാസ സ്നാനം എത്ര സത്യമാണെന്ന് ഒരു ദൈവജനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിട്ട് ആ സ്നാനത്തെ കുറിച്ചുള്ള ഒരു ഉപദേശം അതേ തന്റെ മുമ്പിൽ കടന്നു വരുന്ന കേൾവിക്കാരായ ജനത്തിന് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുന്നത് പോലെ തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കണം, അത് ഏതെല്ലാം നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയം നാം മനസ്സിലാക്കിയിട്ട് ജനത്തിനെ അത് പങ്കുവെച്ചു കൊടുക്കാതെ ഇരുന്നാൽ,
उदाहरण के लिए समझने के लिए बताना चाहूंगा, पानी में जो बपतिस्मा है वो सच है, ये जानने के बावजूद हमारे सामने आने वाले या सुनने वाले लोगों को अगर बपतिस्मा का उपदेश हम नहीं देते तो उसके लिए कितना हम गुनहगार ठहरते हैं। बिल्कुल वैसा ही है, अगर पैसों के मामले में, धन के मामले में हम लोग उस सच्चाई को समझकर उन लोगों को किस तरह से उसमें विश्वास योग्य ठहरना है ये नहीं बताते तो हम समांतर गुनहगार है। ആമേൻ. ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവം ന്യായം വിധിക്കുകയാണ് എന്ന് വെക്കുക. അപ്പോൾ ദൈവം ചോദിക്കുന്നു, ഈ സാമ്പത്തിക കാര്യങ്ങൾ ഈ നിലയിലുള്ള വിശ്വസ്തയോടെ നീ ആ കാര്യങ്ങൾ ചെയ്യാഞ്ഞത് എന്തെന്ന് ദൈവം ചോദിച്ചാൽ, ദൈവമേ എനിക്ക് അങ്ങനെയുള്ള കാര്യം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, നിന്നെ വചനം പഠിപ്പിച്ച ശുശ്രൂഷകൻ എവിടെയാരെന്ന് ചോദിക്കുമ്പോൾ നമ്മളെയാണ് വിളിക്കുന്നതെങ്കിൽ നാം ആൾക്കാരും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതെത്ര ഭയങ്കരമായ കാര്യമാണ്. अभी कल्पना कर लो, न्याय विस्तार के समय में परमेश्वर एक व्यक्ति को पूछता है, विश्वासी को पूछता है कि धन के मामले में तू विश्वासी होगी, ईमानदार क्यों नहीं रहा? और अगर वो व्यक्ति कहता है कि इस बारे में मैं कुछ नहीं जानता, इसकी सच्चाई को मैं नहीं जानता था, तो आप सोच लीजिए किस तरह से होगा। और वो कहेगा, परमेश्वर कहेगा कि तुझे वचन सिखाने वाला सेवक या प्रभु का दास किधर है? तो सोचो हम लोगों की हालत कैसा होगा। ആമേൻ. അതുകൊണ്ട് ഒരു തരത്തിലും ആ സമയത്ത് നാം അവിടെ ലജ്ജിക്കാൻ ഇടവരാതിരിക്കുവാൻ ദൈവം തന്ന സത്യങ്ങളെല്ലാം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുക. और इस तरह से उस समय में हम लज्जित ना लो, इसलिए इन तमाम बातों को, सच्चाई को हमें लोगों को उपदेश देना है। ഞാൻ നിങ്ങൾക്ക് എല്ലാം ഉപദേശിച്ചു തന്നു എന്നുള്ള ഒരു ബോർഡിന്റെ കീഴിലായിരിക്കണം നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ നടക്കേണ്ടത്. मैंने तुझे सब कुछ उपदेश करके दिया, इस तरह से होना चाहिए हमारा जो मृत्यु का जो सेवकाई होता है वो। ആമേൻ. കാര്യങ്ങൾ ദൈവത്തിൽ മനസ്സിലായെന്ന് കരുതുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ മോഹിച്ചുകൊണ്ടല്ല എന്ന് പൗലോസ് പ്രസ്താവിച്ചതുപോലെ തന്നെ ഞാൻ ഇവിടെ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അല്പം ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर के लोग इस बात को समझ गए होंगे, ऐसा विश्वास करता हूँ, किसी का सोना या किसी का चांदी का मोह करके नहीं, लेकिन जैसा पतरस ने कहा उसी तरह से यहाँ पर उपदेश की बातों को बताने के लिए मैं प्रभु में शरण लेता हूँ। ആമേൻ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. इब्रानियों की पत्री 13वां अध्याय उसका 15 और 16वें वचन को पहले बताना चाहेंगे। ഞാനത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ സാഹചര്യങ്ങളൊന്നും പറയാൻ സമയമെടുക്കുന്നില്ല, അത്യാവശ്യം ഭാഗങ്ങൾ മാത്രം പറയുന്നു. ആമേൻ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. इब्रानियों की पत्री 13वां अध्याय उसका 15 और 16वां वचन, इसलिए हम उसके द्वारा स्तुति रूपी बलिदान अर्थात उन होठों का फल जो उसके नाम का अंगीकार करते हैं परमेश्वर के लिए सर्वदा चढ़ाया करे, पर भलाई करना और उद्धारता न भूलो, क्योंकि परमेश्वर ऐसे बलिदानों से प्रसन्न होता है। ആമേൻ. ദൈവജനം പഠിക്കുമ്പോൾ 3 വിധ യാഗങ്ങൾ നമ്മളിലൂടെ നടക്കേണ്ടതായിട്ടുണ്ടെന്ന് കാണുവാൻ കഴിയും. परमेश्वर के वचन को जब हम पढ़ते हैं तो 3 प्रकार का बलिदान हमारे जीवन से होना है, ये हम देखते हैं। ഒന്ന് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ, വ്യക്തിത്വത്തെ ആമേൻ യാഗമാക്കുന്ന അനുഭവം. एक हमारा निजी जीवन को, हमारा जो व्यक्तित्व है उसको बलि चढ़ाने का विषय। റോമാലേഖനം 12-1-2 വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. रोमर की पत्री 12 का 1 और 2 पढ़ेंगे तो हम समझ जाएंगे। ആമേൻ. ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. इसलिए हे भाइयों, मैं तुमसे परमेश्वर की दया स्मरण दिलाकर विनती करता हूं कि अपने शरीरों को जीवित और पवित्र और परमेश्वर की भावता हुआ बलिदान करके चढ़ाओ। ആമേൻ. അത് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിന്റെ ആ ഡെമോൺസ്ട്രേഷൻ, ആ പ്രദർശനമാണ് ക്രൂശിൽ തന്റെ മരണത്തിലൂടെ താൻ വെളിവാക്കിയത്. तो हमारा यीशु मसीह ने हम लोगों से कितना प्रेम किया, पिछले दिनों में जैसा बताया, उसका प्रदर्शन है जो क्रूस पर हमारे सामने प्रकट किया गया। ആ ദൈവത്തിന്റെ നമ്മളുള്ള സ്നേഹത്തെ, നമുക്ക് വേണ്ടി ജീവനെ തന്ന, നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നുകൊണ്ട് നാം ചെയ്ത തെറ്റിന് നാം അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് നൽകാതെ, നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപത്തിന്റെ കണക്ക് മുഴുവനും തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തീർത്തുകൊണ്ട്
സ്വർഗീയ കോടതിയെ കർത്താവായ യേശുക്രിസ്തു തന്റെ മരണം കൊണ്ട് തൃപ്തിപ്പെടുത്തിയ അനുഭവമാണ് ക്രൂശിൽ നടന്നത്. तो क्रूस में जो हुआ, हमारे पापों को, हमारा जो अपराध, हमारा श्राप जिसकी वजह से हमको दंड सहना था, परमेश्वर ने अपने अनुग्रह से यीशु मसीह जो है हमारे तमाम पापों को, दंड को अपने ऊपर लेकर हमारे लिए, हमारे बदले में उसने उन शिक्षाओं को ले लिया और अपने जीवन के उस बलिदान के द्वारा स्वर्ग की न्यायालय को इस तरह से तृप्त किया ताकि हमारे पापों में से हमको निजात मिले. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച ആ കർത്താവിന്റെ സ്നേഹം ഗ്രഹിച്ച നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ക്രൂശിൽ മരിക്കുന്നതെന്നാണ്. और ऐसा हमसे प्रेम करने वाला यीशु मसीह हमसे यो कहता है कि मैंने तुमसे इस बात की अपेक्षा करते हुए सलीब पर मेरी जीवन को दिया. 1 പത്രോസ് 2:24 അത് വ്യക്തമാകുന്നുണ്ട്. पहला पत्रोस 2:24 में हम ये देख सकते हैं. നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിനെ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ യാഗമായി. वहां पर लिखा है कि ताकि हम हमारे पापों को अपनी देह पर लिए हुए क्रूस पर चढ़ गया, जिससे हम पापों के लिए मर करके और धार्मिकता के लिए जीवन है. ആമേൻ. പാപം ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരമാണല്ലോ ഉപയോഗിക്കുന്നത്. पाप करने के लिए हम हमारे शरीर का इस्तेमाल करते हैं. ഈ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ കൊണ്ടാകട്ടെ, ബാഹ്യ അവയവങ്ങളിൽ കൂടെ ആകട്ടെ, അതിൽ വ്യാപരിക്കുന്ന ആ ജഡത്തിന്റെ യാതൊരു വിധമായ ജീവനെയും വെളിപ്പെടുത്താതെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അവയെല്ലാം നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ആമേൻ പാപസംബന്ധമായ സകല പാപങ്ങൾക്കും ഒരു ഡെഡ് ബോഡി പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മളാകും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടുന്ന് ക്രൂശിൽ യാഗമായത്. तो यहाँ पर जो है हमारा शरीर जो बाहर का हो या भीतर का हो, कोई भी अंग को लेकर जो हम पाप करते हैं, जो शरीर के अनुभव में आकर वो जो पाप को हम करते हैं, उस पाप के प्रति ऐसा प्रतिक्रिया ना देते हुए जिस तरह से एक लोथ या एक लाश पाप की प्रतिक्रिया करे, उस अनुभव में हम पहुंचे, इस अपेक्षा के साथ यीशु मसीह ने अपनी जीवन क्रूस पर दिया. അവൻ ദൈവങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിയമങ്ങൾ അത് ചെയ്യുന്നവരാണ്, കുറെ കൂടെ നന്നായി ചെയ്യുക. അതെ, ഏത് ദൈവഹിതത്തിന് വിരോധമായ തെറ്റിന്റെ മുമ്പിൽ നാം മരിച്ചുപോയി എന്ന് നമ്മൾ നമ്മളെ തന്നെ എണ്ണുക. मसीह लोग इसे समझते हैं, करते भी है. इसको और बेहतर तरीके से करना, मसीह के विरोध में आने वाली कोई भी जो गलती है उसके सामने हम मरे हुए जैसे हो जाना. അതിന്റെ മറുഭാഗം പറയുന്നത്, പാപം സംബന്ധിച്ച് മരിച്ചതെങ്കിലും നീതിക്ക് നമ്മൾ ജീവനുള്ളവരാണ്, ജീവിക്കുന്നവരായി മാറണം. और इसी के दूसरे एवज में जब कहा जाता है कि पाप के संबंधित हमको मरना है, दूसरा विषय जो लिखा है धार्मिकता के लिए हमको जीवन पाना है. അവ ഏത് ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം സന്തോഷത്തോടും ബലത്തോടും കൂടെ ഉത്സാഹത്തോടെ അത് ചെയ്യുക. कोई भी मसीही कार्य, कोई भी सेवकाई की बात जो हम कर सकते हैं, वो पूर्ण उत्साह के साथ, रुचि के साथ और पूर्ण बल के साथ हमको वो करना है. ആമീ. കർത്താവിന്റെ ക്രൂശിലെ മരണത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സകലവിധമായ പാപങ്ങൾ സംബന്ധിച്ച് മരിച്ചവരായി എല്ലാ ദൈവഹിത പ്രകാരമുള്ള നീതിക്ക് വേണ്ടി ജീവിക്കുന്നവരായി നാം തീരും എന്നുള്ള ആ വലിയ പ്രതീക്ഷയോടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത്. तो यीशु मसीह हमारे लिए सलीब पर जब मरे तो उनकी अपेक्षा यह था, परमेश्वर की उस सलीब की मृत्यु का हम उपयोग करते हुए शरीर के संबंधित हर पाप के प्रति हम अपने आप को मार के धार्मिकता के लिए उस न्याय के अनुसार हम जीवन को बिताए. ഈ രണ്ട് കാര്യം കർത്താവ് ഉദ്ദേശിക്കുന്ന ആ നിലവാരത്തിൽ അതെ അനുഷ്ഠിക്കുന്നവരായി ദൈവത്തിന് കാണാൻ നമ്മളിൽ നിന്ന് കഴിയുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. तो इन दोनों बातों को एक साथ अगर हमारे जीवन से परमेश्वर देखता है, ये हमारे जीवन में अगर प्रतिफल होता है, उन लोगों के लिए जो प्रतिफल दिया है वो है कि मेरे कोड़े खाने से तू चंगा हो गया. കർത്താവിന്റെ ശരീരത്തിന്മേൽ താൻ അനുഭവിച്ച സകല അടിപ്പിണരുകളും ചാട്ടകൊണ്ടും കോലിനാലുമുള്ള സകല ആ അടിയുടെ പിണരുകളും ആമീൻ നമ്മുടെ പാപത്തിന് വേണ്ടി ആയിരുന്നില്ല, നമ്മുടെ രോഗങ്ങൾ, പാപസംബന്ധമായി നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുന്ന രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമായിരുന്നു. तो परमेश्वर के ऊपर जितने भी कोड़े पड़े, जितने भी मार मिले, वो केवल हमारे पाप के लिए नहीं था, लेकिन हमारे जीवन में आने वाले हर उस बीमारी और रोग के लिए भी है. ആമീൻ. പാപം മുഖാന്തരമാണ് രോഗം പലപ്പോഴും ശരീരത്തിന്മേൽ കടന്നു വരുന്നത്. कई मर्तबा पाप के वजह से ऐसा बीमारियां हमारे शरीर में आता है. ദൈവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക, രോഗസൗഖ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചോ എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെയെല്ലാം മിക്കവാറും പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാനായിട്ട് കഴിയും.
मसीह लोगों ने ध्यान दिया होगा, जगह पर भी बीमारी और चंगाई के बारे में परामर्श किया है, वहां पर भी पाप के विषय में भी कई बताया गया है। എന്നാൽ എല്ലാ രോഗങ്ങളും പാപം സംബന്ധിച്ചാണെന്ന് പറയാനും പറ്റത്തില്ല. लेकिन सारे बीमारी पाप के कारण है, ये भी हम नहीं कह सकते। ആമേൻ. അതെ, ലാസറിന്റെ ജീവിതത്തിൽ അതേ രോഗം കടന്നു വന്നു, രോഗത്തിലൂടെ തന്നെ മരിക്കുവാനിടയായിത്തീർന്നു. ആ ദീനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം അവനിലൂടെ മഹത്വം എടുക്കേണ്ടതിനെന്നും വാക്യമുണ്ട്. लासर के बारे में हम देखते हैं, जो वो बीमार हुआ और मर गया, उसके बारे में लिखा है, ये जो बीमारी और जो वो मर गया वो उसके कारण नहीं था, लेकिन वो परमेश्वर की नाम की महिमा के लिए था। അപ്പോൾ നമ്മളിൽ രോഗം കടന്നു വരുമ്പോൾ ഇതിൽ ഏത് കാരണത്താലാണ്? ദൈവനാമം മഹത്വം എടുക്കുവാനാണോ? എന്നെ തന്നെ ദൈവകൃപയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ആമേ എന്റെ പാപത്തോടുള്ള ബന്ധത്തിൽ ആമേ ദൈവം എന്നോട് സംസാരിക്കുന്ന മുഖാന്തരമാണോ എന്ന് നാം തന്നെ ദൈവസന്നിധിയിലൂടെ ശോധന കഴിച്ച് തിരിച്ചറിയണം. इसीलिए जब हम बीमार हो जाए तो परमेश्वर के उपस्थिति में बैठकर हमें इस बात का जांच करना है, परमेश्वर को पूछना है कि क्या ये मेरे सुधार के लिए है या फिर परमेश्वर की नाम इसके द्वारा मेरे जीवन में महिमा पाने के लिए है। പാപത്തിന്റെ കാരണമാണെന്ന് ബോധ്യപ്പെട്ട പാപം അനുഭവിച്ച് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ അനുഭവിച്ച് ഏറ്റു പറഞ്ഞ് കൈപ്പോടെ കരഞ്ഞ് ഉപേക്ഷിച്ച് ആമേൻ ദൈവകൃപയിൽ യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ ആമേൻ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നമുക്ക് നൽകുവാനിടയായിത്തീരും. और अगर हमें ये पूर्ण तरह से विवेक आ जाए, परमेश्वर की आत्मा अगर हमें बताता है पाप के कारण है, तो याकूब के 5 में जिस तरह से लिखा है, उस पाप को अंगीकार करके पाप को अगर हम छोड़ देंगे तो निश्चित तौर पर उस बीमारी से हमें चंगाई मिलेगा। അപ്പോൾ മടങ്ങി വരട്ടെ. അപ്പോൾ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നാം സകല പാപങ്ങൾ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ യാഗമായി അതിന്റെ കെറൂബിൽ അവന്റെ അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുകയാണ്. तो यीशु मसीह ने जब सलीब पर अपनी मृत्यु को पाया, तब उसने ये अपेक्षा किया कि हम पाप के लिए मरते हुए धार्मिकता के लिए हमारे जीवन को बिताए, और ऐसा जो करता है उसको उसके मार खाने से चंगाई मिलती है। അങ്ങനെ പാപസംബന്ധമായി മരിച്ചവർ അവരുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദവുമായി യാഗമായി സമർപ്പിക്കുകയാണ് എപ്പോഴും. और इस तरह से जो पाप के लिए मर चुके हैं वो अपने शरीर को जीवित, पवित्र और परमेश्वर को भाता हुआ बलिदान करके हर समय चढ़ाते हैं। ഓരോ ശരീര അവയവങ്ങളിലും തിരികത്തിന് വിരോധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരണ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യാതെ ദൈവകൃപയെ ശരണപ്പെട്ടുകൊണ്ട് ദൈവകൃപപ്രകാരം ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ പാട്ടുകളും പ്രാർത്ഥനയും ആരാധനയും സ്തോത്രവും ഒന്നും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ആ ശരീരത്തിൽ നിന്ന് ഒരു യാഗം ഉയരത്തിലേക്ക് ഉയരുകയാണ്. और ऐसा समय में जब हमारे शरीर का किसी भी अंग से पाप करने का प्रेरणा होता है, ऐसे समय पे उस सोच को झांक कर हम अगर उस पाप को नहीं करेंगे, प्रार्थना, ताली बजाना, स्तुति कुछ नहीं होगा, लेकिन अपने शरीर से एक प्रार्थना का, धन्यवाद का एक बलि स्वर्ग की ओर जाता है। അപ്പോൾ വ്യക്തിത്വപരമായ ഒരു യാഗം നമ്മളിൽ നിന്ന് ഉയരുന്നു. ഒന്നാമത്തെ യാഗം അതാണ്. तो पहला जो बलिदान है एक निजी तौर पर, एक व्यक्ति के तौर पर एक बलिदान। രണ്ടാമത്തെ യാഗമാണ് ഇവിടെ പറയുന്നതിന്റെ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. ആമേൻ, അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. और दूसरा हम देखते हैं उसके जुबान से होठों का जो फल है वो स्तुति रूपी बलिदान वो हमेशा चढ़ाते हैं। ജീവിതം അല്ലെങ്കിൽ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്ന ദൈവവൈതൽ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് തന്നെ സ്നേഹിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി ജീവനെ നൽകി നാളിതുവരെയായ യേശുക്രിസ്തുവിന്റെ മരണ ഉയർപ്പിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്ന സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ നന്ദിയോടെ ദൈവത്തിന് സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും അർപ്പണം നടത്തുമ്പോൾ അത് സ്തോത്രയാഗമായിട്ട് ദിവസത്തിലേക്ക് ഇരുന്ന രണ്ടാമത്തെ യാഗമാണ്. तो इस तरह से परमेश्वर से जय पाया हुआ लोग, जब यीशु मसीह ने जो हमारे लिए किया, सलीब पर जिन बातों को किया, आज तक, अभी तक, बल्कि इस क्षण तक परमेश्वर जो जयवंत के साथ हमको चलाता है, इन तमाम बातों को स्मरण करते हुए परमेश्वर को जब स्तुति और धन्यवाद कहते हैं तो वो स्तुति रूपी बलिदान होकर परमेश्वर के सामने प्रसन्न प्रकट होता है। 50-ാം സംഗീതത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കാനായിട്ട് ആ വാക്യം ഒന്ന് തിരിച്ചിട്ട് പറയുമ്പോൾ എനിക്കിങ്ങനെ പറയാറുണ്ട്. നാം അവിടെ നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. भजन संगीता 50 में एक वचन ऐसा लिखा है, हम हमारी चाल चलन को सुधार कर हमारे होठों का फल जो स्तुति का बलिदान है उसको चढ़ाए। ആമേൻ. അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമാണ് സ്തോത്രയാഗം. उसके नाम को अंगीकार करना, उसको पुकारना, ये है स्तुति का बलिदान। ഈ രണ്ട് യാഗങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികമായി കേൾക്കുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ധാരാളമായി നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം വളരെ കുറച്ച് മാത്രമേ കേൾക്കുന്നുള്ളെന്ന് ഒരു ദുഃഖസത്യമായിരിക്കുന്നു.
इन दोनों बलिदानों के बारे में बहुत से बार हम प्रचारों को सुनते हैं, कई संदेश को सुनते हैं, जब कभी मिलने आते हैं, संगति करते हैं तो इनके बारे में बहुत चर्चा तो हम करते हैं, लेकिन दुख की बात यह है तीसरा जो बलिदान है उसके बारे में अधिक चर्चा नहीं होता। എങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്ന തിരുവചനത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ പലരും സ്വയം ആ കാര്യങ്ങൾ പഠിച്ചിട്ടോ ഏതെങ്കിലും നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന നല്ല ദൈവദാസന്മാരും ദൈവമക്കളും ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. लेकिन इस बातों को स्वयं सीख कर परमेश्वर से समझकर इसको उसी तरह से निभाने वाले ऐसे प्रभु के दास लोग और विश्वासी गण है, उसके लिए मैं प्रभु का धन्यवाद देता हूँ. അപ്പോൾ ഇനി അതുകൊണ്ട് ആ കാര്യമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, മൂന്നാമത്തെ യാഗമാണ് നമ്മളുടെ സമ്പത്തിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്. और तीसरा जो बलिदान है वो हमारे धन को, हमारी संपत्ति को परमेश्वर के हाथों में बलिदान होकर समर्पण करना. പഴയ നിയമത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ വെറും കൈയോടെ വരരുതെന്ന് പറയുന്നുണ്ട്. परमेश्वर के कलाम में पुराना नियम में कहा है, जब तुम परमेश्वर की उपस्थिति में आओ तो खाली हाथ ना आओ. മലാഖി പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ പാപങ്ങളുടെ പല പട്ടികകളും അവിടെ ചൂണ്ടിക്കാണിച്ച് യഥാസ്ഥാനപ്പെടുത്താന്നൊക്കെയാണ് മലാഖിയിലൂടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അവിടെ യാഗത്തോട് ബന്ധപ്പെട്ട് ആരാധനയ്ക്ക് വേണ്ടി ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് യാഗപീഠമുണ്ട്, ഒന്ന് മേശയുണ്ട്. मलाकी में जब वहां पर लोगों के पाप के प्रति बताया जाता है, वहां पर दो बातें, वहां पर वहां पर मेज है और वहां पर बलिदान है. യാഗപീഠത്തെങ്കിൽ യാഗമൃഗത്തെ യാഗം അർപ്പിക്കുമ്പോൾ മേശയിൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഭൗതിക നന്മകളെ കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ്. उस वेदी पर जब उनको दिया गया उस जानवर का जब वो बलि देते हैं, उसी समय में जो मेज रखा है उस पर प्रभु ने जो बरकत उनको दिया है उसके अनुसार दान वहां पर समर्पण करना है. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിന്റെ ഗ്രഹവിചാരകന്മാർ മാത്രമാണ് നമ്മളെന്നുള്ള കാര്യം മറക്കരുത്. तो ऐसा है तो परमेश्वर ने हमको दिया हुआ जो संपत्ति है उसका सिर्फ हम भंडारी है ये नहीं भूलना. ഈ കാര്യത്തെ കുറിച്ച് ആരെങ്കിലും അറിവില്ലാത്തവരിക്കുന്നെങ്കിൽ അവരുടെ അറിവിലേക്ക് ദൈവസ്നേഹത്തിന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് ഞാനും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നതിന് ശേഷം ഏതാണ്ട് 1-2 വർഷത്തോളം ഈ മർമ്മം എനിക്ക് അറിയത്തില്ലായിരുന്നു. और जो नहीं समझते उन लोगों को बताने के लिए, जब उद्धार पाकर मैं भी विश्वास में आया, लगभग 1-2 साल के लिए मैं भी ये सच्चाई से वंचित था. ഏതാണ്ട് 2 വർഷത്തിന് ശേഷമാണ് കർത്താവ് ഈ കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നത്, ജീവിതത്തിലേക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. और 2 साल के बाद मुझे इन बातों को परमेश्वर ने समझाया और इसका सुधार मेरे जीवन में आया. ഇപ്പോഴും മറ്റുള്ളവരിൽ എനിക്ക് അധികം ഉപദേശത്തിനെ കുറിച്ച് കിട്ടുന്നില്ല, എന്നാൽ ദൈവത്തിന് കർത്താവ് ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. अभी भी दूसरों से इसके बारे में अधिक उपदेश तो नहीं मिलता, लेकिन परमेश्वर की उपस्थिति में बैठकर इन बारे में मैं सीखता हूँ और आज भी सीख रहा हूँ. എത്രമാത്രം പഠിച്ച് ജീവിതത്തിൽ ഇത് പാലിക്കുവാൻ കഴിയുന്നുണ്ടോ അത്രമാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. और जितना इसको सीख कर समझ कर मेरे जीवन में इसको लागू करता हूँ, उतना ही परमेश्वर का स्वतंत्रता और आनंद मेरे जीवन में अनुभव करता हूँ. നാം പഠിച്ചിട്ടായിരിക്കാം നമുക്ക് ജോലി കിട്ടിയത്, നാം ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം സമ്പത്ത് ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണെങ്കിലും ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ എന്റെ കൈകളുടെ ബലം കൊണ്ട് ഞാൻ ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നീ പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം ഹൃദയത്തിൽ എന്നവിടെ പറയുന്നുണ്ട്. यहाँ पर हम जानते हैं हमारी शिक्षा के कारण हमें नौकरी मिला होगा या हमने व्यवसाय किया इसलिए हम संपत्ति को धन को प्राप्ति किया होगा, लेकिन व्यवस्था विवरण में परमेश्वर का वचन कहता है मैंने मेरे हाथों से इनको कमाया, ऐसे तेरे हृदय में भी तू ना बोले. അതെ, പല നിലയിലും അതെ വിദ്യാഹീനരായി കഴിവില്ലാത്തവരായി എത്രയോ ആളുകൾ ഈ നാട്ടുപുറത്തുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ ഒരാളെ പോലെ നമ്മളെ ആക്കിയാലും നമുക്ക് ദൈവത്തോട് പരാതിപ്പെടാനൊന്നുമില്ല. हम जानते हैं बिना शिक्षा के ऐसे ही खाली चलने वाले बहुत से लोग इस संसार में है, हमारे गांवों में है. उनमें से एक अगर हमें बनाते तो हमें परमेश्वर के खिलाफ कोई शिकायत नहीं होती. ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും മറ്റുള്ളവരെ നോക്കി സങ്കടപ്പെടുകയും ചെയ്യാറുണ്ട്. ചില വ്യക്തികളെ കാണുമ്പോൾ ദൈവമേ ആ വ്യക്തിയെ പോലെ എന്നെ ആക്കിയിട്ട് എന്നെ പോലെ ആ വ്യക്തിയാക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, നീ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തതിനായി സ്തോത്രമെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് എന്റെ മനസ്സുകൊണ്ട്. कई बार मेरे जीवन में अपने मन में कुछ लोगों को देखकर मैं प्रभु को धन्यवाद करता हूँ, उसी समय उस व्यक्ति को देखकर मुझे दुख भी होता है और मैं प्रभु से अपने मन में यो कहता हूँ
तूने मुझे अगर तुझसे बन पड़ता मैं उसके जगह पर, वो मेरे जगह पर हो सकता था, लेकिन तूने ऐसा नहीं किया, इसलिए प्रभु धन्यवाद। മാത്രമല്ല അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരോട് നമുക്ക് ഭയങ്കരമായ ഒരു സഹതാപം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. और इतना ही नहीं, ऐसे लोगों को जब हम मिलते हैं, देखते हैं, उनके प्रति एक सहानुभूति हमारे जीवन में उत्पन्न होना है। സഹതാപം കേവലമായ ചില ശരീരത്തിന്റെ ചേഷ്ടകളിൽ മാത്രം ഒതുങ്ങാതെ അത് ചില പ്രവൃത്തികളായിട്ടും കൂടെ വെളിപ്പെടാൻ ഇടയായിത്തീരുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. और वो सहानुभूति केवल हमारे जो शारीरिक जो भाषा है उसमें ना दिखाते हुए हमें प्रत्यक्ष रूप पर अगर कुछ कर सकते हैं तो वो उसका सही मायना है। ഭൂമിയിലുള്ള എല്ലാവരെയും അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാ നിലയിലും കഴിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് കഴിയും. संसार में ऐसे तमाम लोगों को हम हो सकता है मदद ना कर पाए, लेकिन कुछ लोगों को तो जरूर हम मदद कर सकते हैं। ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുക്കാം നമുക്ക്. हम परमेश्वर को महिमा देंगे। അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഈ ഭൗതിക നന്മകളോട് ബന്ധപ്പെട്ട യാഗത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. तो ऐसे परिस्थितियों में हमारे भौतिक जो भलाई है, जो अनुग्रह है, उसका जो बलिदान है, उसके बारे में हमको समझना है। ദൈവം നമുക്ക് കഴിവ് തന്നിട്ട് നമുക്ക് ലഭിച്ചതാണ് അധികമൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ദൈവം നമുക്ക് കൃപ തന്നിട്ട് കഴിവ് തന്നിട്ട് നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സകല സമ്പത്ത്. परमेश्वर ने हमको वरदान दिया, परमेश्वर ने हमको काबिल बनाया, इस कारण से हमने अपने पास जो भी है वो उसी के वजह से है। ആമേൻ. അപ്പോൾ നമ്മുടെ സമ്പത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ് കരുതുന്നു. ദൈവമേ, ഇതിന്റെ ഒരു ഗ്രഹവിചാരകനാക്കി നീ എന്നെ മാറ്റിയിരിക്കുന്ന ഇത് ഏതെല്ലാം നിലയിൽ അതെ പ്രയോജനപ്പെടുത്തുവാൻ ഉപയോഗിക്കുവാൻ നീ എന്നെ അനുവദിക്കുന്നു എന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. और अगर ऐसा है तो इस तरह से प्रार्थना करना अच्छा होगा। ये मेरी सोच है कि प्रभु तूने ये संपत्ति ये सब मुझे दिया है, उसका मुझे भंडारी बनाया है, जिस तरह से तेरी उद्देश्य के अनुसार इसका व्यवहार करने के लिए प्रभु जी तू मेरा सहायता करना। ഒരിക്കലും നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ ആവശ്യങ്ങൾക്കും തന്നെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ഭവനത്തിന് വേണ്ടി ഒന്നും എടുക്കരുതെന്ന് ദൈവം പറയത്തില്ല. എന്നാൽ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിശ്ചയമായി ദൈവം സംസാരിക്കുന്നുണ്ട്. यीशु मसीह कभी भी ऐसा नहीं कहता कि तेरे बच्चों के लिए, तेरे भविष्य के लिए या तेरे अपने परिवारजनों के लिए जो रखा है उसमें से तू परमेश्वर को दे, लेकिन उसमें से एक भाग प्रभु की सेवकाई में इस्तेमाल करना है, होना है, ये तुझे सीखना है। ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ അതിനെക്കുറിച്ചുള്ള ധാരാളം രേഖകൾ നമുക്ക് കാണാൻ കഴിയും. उत्पत्ति के किताब से लेके प्रकाशित वाक्य तक हमारे पवित्र शास्त्र को हम पढ़ लेंगे तो हर जगह पर इस बारे में बहुत से ऐसा परामर्श हम देख सकते हैं। അങ്ങനെ നമ്മുടെ സമ്പത്തുകളും ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ വെച്ചിട്ട് തിരിഹിത പ്രകാരം നമ്മൾ തിരിച്ചു പ്രാപിച്ചതായിരിക്കണം. और ऐसा हमारी संपत्ति भी परमेश्वर के वेदी पर रखकर उसके इच्छा से हमको वापस पाना है। ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അതിനോട് ബന്ധപ്പെട്ട ചില വാക്യങ്ങളിൽ കൂടെ നീ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर के नाम की महिमा हो। इस संदर्भ में कुछ वचनों के द्वारा हम जाना चाहेंगे। ആമേൻ. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യം വായിക്കുന്നത് നല്ലതാണ്. नीति वचन 3 उसका 9 और 10 पढ़ना अच्छा होगा। नीति वचन 3 उसका 9 और 10 നമ്മൾ കടന്നു വന്ന ഓരോ വാക്യങ്ങൾ നമ്മളൊന്ന് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ ഭാഗം. जल्दी से वचनों को पढ़कर इस भाग को समाप्त करना चाहेंगे। ആമേൻ. സദൃശവാക്യങ്ങൾ 3-9-10 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക, അങ്ങനെ നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുവാനിടയായിത്തീരും, സമൃദ്ധിയായി നിറയും. ഞാൻ എല്ലാ ഭാഗവും പറഞ്ഞില്ല, അത്യാവശ്യം ഭാഗം മാത്രം പറഞ്ഞു വിടുകയാണ് സമയലാഭിക്കാൻ. अपनी संपत्ति के द्वारा और अपनी भूमि की सारी पहली उपज को देकर यहोवा की प्रतिष्ठा करना। ആമേൻ. അതെ, നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കുക. तो तेरी संपत्ति से और भूमि की सारी पहली उपज से तो परमेश्वर का आदर सम्मान करना। അതുകൊണ്ടുള്ള നന്മയെ കുറിച്ച് പറയുമ്പോൾ അതെ അങ്ങനെ നിന്റെ കളപ്പുരകൾ നിറയാനിടയായിത്തീരും. और उसके बारे में उसका जो प्रतिफल के बारे में लिखा, इस प्रकार तेरे खेते भरे और पूरे रहेंगे। ആമേൻ. നമ്മുടെ കയ്യിൽ ഒരു നന്മ തന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അത് നമ്മൾ പ്രയോജനപ്പെടുത്തുമെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെയും ധാരാളമായി ദൈവം ഫലമേൽപ്പിക്കുമെന്നുള്ളതൊരു സത്യമാണ്. हमारे हाथ में अगर परमेश्वर कुछ देता है और उसे परमेश्वर की इच्छा के अनुसार अगर हम इस्तेमाल करते हैं तो और अधिक इस तरह से करने के लिए प्रभु हमारे साथ में हमारे पास सौंपेगा। അധികം പ്രാപിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ള അർത്ഥം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്.
लेकिन अधिक पाने के लिए मैं प्रभु को दो, ये सोच आ सकता है, लेकिन ये परमेश्वर का उद्देश्य नहीं है। ഇതൊന്നും ചെയ്യാത്ത ലോക മനുഷ്യർ നമ്മളെ അപേക്ഷിച്ച് ഭയങ്കര സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടല്ലോ. और ये कुछ नहीं करने वाले संसार की अन्य जाति के लोग इससे भी बहुत अधिक धनवान लोग हैं। എന്നാൽ ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്ന അതല്ല. നാം ദൈവത്തിന്റെ സ്റ്റ്യൂവാർഡ്സ്, ഗ്രഹവിചാരകരായി നമ്മെ ഏൽപ്പിച്ചത് നമ്മൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമെന്ന്, ദൈവത്തിന് അത് പ്രയോജനപ്പെടുമെന്ന് ദൈവത്തിന് ബോധ്യം വരുമ്പോൾ ദൈവം നമ്മളെ ഒരു വിശ്വസ്ത ഗ്രഹവിചാരകനായി പിന്നെയും പിന്നെയും കാര്യങ്ങൾ ഫലമേൽപ്പിക്കുവാനിടയായിത്തീരും. लेकिन यहाँ पर जो बातें हैं, परमेश्वर ने जो हमें दिया है, परमेश्वर की नाम के लिए विश्वस्त होकर सही मायने में जब हम उसका उपयोग करते हैं, एक सही भंडारी जब हम बनते हैं, और क्योंकि हम विश्वासियों की भंडारी है, परमेश्वर और भी हमको ऐसा जिम्मेदारियों को सौंपता रहेगा। ദൈവത്തിന് സമ്പത്ത് കൊണ്ട് തന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ, തന്റെ സഭയിൽ, തന്റെ മക്കളുടെ ഇടയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്നുള്ളത് ഒരു സത്യമാണ്. परमेश्वर जो है संपत्ति के द्वारा, धन के द्वारा अपने कलीसिया में अपने लोगों का बहुत से निर्माणों को करना चाहता है, लेकिन परमेश्वर के पास 1 रुपए भी नहीं है, ये भी सच बात है। ദൈവത്തിന്റെ സമ്പത്തെല്ലാം നമ്മുടെ കയ്യിലിരിക്കുക. परमेश्वर का सारी संपत्ति जो है हमारे हाथों में है। നാം അത് വേണ്ടതുപോലെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് അവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയത്തുള്ളൂ. हम सही मायने में इसको अगर छोड़ते हैं, छूट देते हैं, तो ही परमेश्वर का कार्य वहां हो सकता है। ഞാൻ അതിനെ ഒരു ഉദാഹരണം ലോകത്തിൽ നിന്ന് പറയാം. संसार से एक उदाहरण आप लोगों को बताऊंगा। നമ്മുടെ വീടിന് നമ്മൾ ടാക്സ് കൊടുക്കാറുണ്ട്, നമ്മുടെ വസ്തുവിന് ടാക്സ് കൊടുക്കാറുണ്ട്, നമ്മുടെ ബിസിനസ്സിനകത്ത് ടാക്സ് കൊടുക്കാറുണ്ട്, നമ്മൾ ഏതെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് നമ്മൾ ടാക്സ് കൊടുക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രത്യേക പെർസെന്റേജ് കൂടുതൽ സാലറി ഉള്ളവർ ആ സാലറിയുടെയും ടാക്സ് കൊടുക്കാറുണ്ട്. हम जानते हैं हमारी इस दुनिया में जो है टैक्स या कर देने का, लगान देने का एक गतिविधि है। हम हमारे घर के लिए लगान देते हैं, हमारी जमीन जायदाद के लिए हम लगान देते हैं, और हम लोग कुछ खरीदते हैं तो उसमें भी हम लगान देते हैं। इतना ही नहीं, और जो व्यक्ति तनख्वाह पाता है उस तनख्वाह का भी कुछ प्रतिशत जो है वो इस तरह से लगान में लग जाता है। ടാക്സ് കൊടുക്കാൻ അർഹിക്കപ്പെട്ട ഒരു വ്യക്തി, കടപ്പെട്ട ഒരു വ്യക്തി ടാക്സ് കൊടുക്കാതിരുന്നാൽ അത് ഗവൺമെന്റ് നമ്മുടെ മേൽ അതിന് നിമിത്തം പല ശിക്ഷാ നടപടികൾ എടുക്കുന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. और अगर ऐसा टैक्स देने के लिए, कर देने के लिए जो व्यक्ति योग्य है वो अगर कर नहीं देता तो वो एक आपराधिक गलती माना जाता है गवर्नमेंट के द्वारा। ടാക്സ് കൊടുക്കുന്നതിനോട് ദൈവം ഒരിക്കലും എതിർപ്പ് കാണിച്ചവനല്ലെന്ന് വചനം അറിയാവുന്നവർക്കെല്ലാം അറിയാം. നമ്മുടെ കർത്താവ് പോലും ഈ ഭൂമിയിൽ വെച്ച് ടാക്സ് കൊടുത്ത വ്യക്തിയായിരുന്നു. और कर देने के लिए परमेश्वर का उपदेश खिलाफ नहीं है, हम सब जानते हैं। यीशु मसीह संसार में थे, उन्होंने भी कर दिया था। പത്രോസിനെ ചുങ്കം കൊടുക്കാനായിട്ട്, കരം കൊടുക്കാനായിട്ട് പണമില്ലാതെ വന്നപ്പോൾ കർത്താവ് തന്നെ കൊണ്ട് അതേ ഒരു മീനെ പിടിപ്പിച്ചിട്ട് അതിന്റെ ആ മീനിന്റെ വായിൽ ഉണ്ടായിരുന്ന ആ ചതുർമ്മ പണം കൊണ്ട് നിന്റെയും എന്റെയും കൂടെ ടാക്സ് അടയ്ക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. पतरस के बाद एक समय में जब उसका कर देने के लिए पैसा नहीं था, हम जानते हैं एक मछली को पकड़ा और उसके मुंह के जो द्रम्मा था उसका इस्तेमाल करके यीशु मसीह ने पतरस को कहा, तेरा और मेरा हम दोनों का लगान कर तू चुका दे। കർത്താവ് രാജാതി രാജാവാണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തവനെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലെ പ്രമാണത്തോട് ഏകീഭവിച്ചു പോകേണ്ടത് ആവശ്യമാണെന്ന് കർത്താവ് അവിടെ കാണിക്കുകയുണ്ടായി. यीशु मसीह राजाओं का राजा है, उसे कोई भी प्रमाण या कर देने का जरूरत नहीं है। लेकिन जब यीशु मसीह संसार में है तो संसार के जो नियम और कानून है उसके साथ मिलकर चलना चाहिए, इस बात का वहां पर प्रकाशन दिया। ദൈവപ്രമാണത്തിന് എതിരായിട്ടുള്ള ഒരു കൽപ്പന പ്രമാണിക്കുന്നതിന് അല്ല പറയുന്നത്, ദൈവപ്രമാണം എതിർക്കാത്ത ഏത് കൽപ്പനകളും ഗവൺമെന്റിന്റെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് കർത്താവ് കാണിച്ചിരിക്കുകയുണ്ടായി. परमेश्वर के वचन के विरोध की कल्पनाओं को आज्ञा मानने के बारे में यहाँ नहीं बताते, लेकिन परमेश्वर का वचन जिसका विरोध नहीं करता, ऐसे तमाम कानूनों का मसीह व्यक्ति को उसका शासन करना चाहिए, आज्ञा को मानना चाहिए। അതുകൊണ്ടാണ് ഒരു കോയിൻ എടുത്തിട്ട് കർത്താവ് പറഞ്ഞത്, കൈതിന്റെ മേലെടുത്തും സ്വരൂപം കണ്ടോ, ഇത് കൈസറിന്റേതാണ്, കൈസർ എന്നുള്ളത് കൈസറിന് കൊടുക്കുക എന്ന് പറയും. और इसीलिए उस मुद्रा को, द्रमा को दिखाकर कहा कि इसमें किसका चिन्ह है, इसमें कैसर का चिन्ह है, जो कैसर का है वो कैसर को दो। അങ്ങനെയെങ്കിൽ ഈ ടാക്സ് നമ്മൾ അടയ്ക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ഗവൺമെന്റ് നമ്മൾ അടയ്ക്കുന്ന ഈ ടാക്സ് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പാലം, റോഡ്, ഇതര പൊതു സ്ഥാപനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഇതെല്ലാം കൊടുക്കാനിടയാകുന്നത്. और ये टैक्स देने से, कर देने से होता क्या है?
ये कर जो शासक के पास, जो गवर्नमेंट के पास जमा होता है, सरकार इसी पैसे का इस्तेमाल करके हमारा नगर का विकास करता है, पुल बनाता है, सार्वजनिक जगहों को बनाता है। सरकारी लोगों का जो तनख्वाह है ये सब इस टैक्स के पैसे से आता है। ടാക്സ് കൊടുക്കേണ്ടതുപോലെ എല്ലാവരും ടാക്സ് കൊടുക്കുകയും കിട്ടുന്ന പണം വിശ്വസ്തയോടെ ഗവൺമെന്റിലെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാക്സ് മതി നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിക്ക്. अगर टैक्स देने वाले तमाम लोग सच्चाई से अगर टैक्स भरते और इस टैक्स की जमा किया हुआ पैसा को सही मायने में बिना भ्रष्टाचार के अगर कानूनी लोग, सरकारी लोग उसका इस्तेमाल करते तो ये टैक्स की पैसा काफी है हमारे सारे जो राज्य है उसका प्रशासन को चलाने के लिए. हमें രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വളരെ ശക്തമായി നടക്കുവാനിടയായി और हमारे राज्य का जो विकास है, प्रगति है, वो बहुत ही अच्छे से हो सकता है. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിന്റെ കാര്യം. और इसी रीति से परमेश्वर का राज्य भी है. അതെ, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ കർത്താവിന്റെ പലവിധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവിന് ധാരാളം പണം ആവശ്യമാണ്. परमेश्वर की राज्य में, परमेश्वर की राज्य के निर्माण के लिए परमेश्वर को बहुत ऐसी संपत्ति की जरूरत है. ആമേൻ. ആ പണം ഇവിടുത്തെ ദൈവമക്കളുടെയും കർത്തദാസന്മാരുടെയും കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. और वो संपत्ति जो है यहाँ के प्रभु के दास और विश्वासी गण के हाथों में पहुंचा है. അവർ വിശ്വസ്തയോടെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നത് വിശ്വസ്തയോടെ വേർതിരിച്ചാൽ ആമേ കർത്താവിന്റെ സഭയുടെ കാര്യങ്ങൾ സാമ്പത്തികമായി നിറവേറേണ്ടിടത്തെ ഒരിടത്തും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏറ്റവും മെച്ചമായ നിലയിൽ നിറവേറുവാനിടയായിത്തീരും. और वो विश्वासी गण और सेवक लोग अगर विश्वास योग्यता से, ईमानदारी से परमेश्वर का जो भाग है वो अपने धन से परमेश्वर को अगर देते हैं तो अगर धन की कोई जरूरत है तो वो कोई भी जरूरत जो है बहुत ही उत्तम तरीके से पूरा होने का पूरा जरिया हमारे पास है. കോടീശ്വരരായിരിക്കുന്ന സമ്പന്നന്മാരായില്ലെങ്കിലും ദൈവജനത്തിന്റെ ഇടയിൽ ഒരു സ്ഥലത്തും ഒരു ദൈവ വൈദ്യരും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുകയില്ല. ഒരു ദൈവഭൃത്യന്മാരും ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകത്തില്ല. करोड़पति ना हो तो भी परमेश्वर का कोई भी पुत्र पुत्री संतान या कोई भी परमेश्वर का सेवक किसी भी प्रकार का धन की तंगी को महसूस नहीं करेंगे. പലരുടെയും കയ്യിലിരിക്കുന്നതായ അതേ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ടതായ പണം അവർ അർപ്പിക്കാതിരിക്കുന്നത് ആമേ നിമിത്തം അനേകർ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. और कई लोगों के हाथ में जो संपत्ति है परमेश्वर को जो देना है, जो योग्य है, वो नहीं देते, इसलिए बहुत से लोगों का छुटकारा फंसा हुआ है और वो लोग अभी भी सकेती में है. അങ്ങനെ അവരുടെ ജീവിതം അവരാൽ തന്നെ ബന്ധിക്കപ്പെടുകയാണ്. और इस तरह से वो अपने आप अपने जीवन को बंधन में डालते हैं. ഇന്ന് രാത്രി പൽക്കാലം ഓർപ്പിക്കട്ടെ, അങ്ങനെയുള്ള യാതൊരു ബന്ധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലതും ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറണം. और आज एक बात बताना चाहूंगा, ऐसी कोई भी बात हमारे जीवन में है तो वो हमारे ऊपर बंधन ना होने पाए. ऐसा है तो परमेश्वर के सामने समर्पण करके उस बंधनों के ऊपर हमें एक छुटकारा चाहिए. ആമേൻ. മലാക്കി പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെ വായിക്കണം. मलाकी 3 उसका 3 से 8. 8 മുതൽ 12 വരെ. മലാക്കി 3-ന്റെ 8 മുതൽ 12 വരെ. मलाकी 3 उसका 8 से लेके 12. ആമേൻ. അവിടെ ഇങ്ങനെ കാണുന്നു. വളരെ വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ ഒന്ന് വായിച്ചു വിടാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിടിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെ പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീനെന്ന് സൈന്യന്റെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവങ്ങൾ നശിപ്പിക്കുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യന്റെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കും, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ പറയുന്നു. അതിൽ വെച്ച് പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് 10-ാം വാക്യമാണ്. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ.
मलाकी का किताब उसका 3 अध्याय का 8 से 12 तक जल्दी से पढ़ते हैं। क्या मनुष्य परमेश्वर को धोखा दे सकता है? देखो तुम मुझे को धोखा देते हो और तो भी पूछते हो कि हमने किस बात में तुझे लूटा है। दशांश और उठाने की भेंट में तुम पर भारी शाप पड़ा है, क्योंकि तुम मुझे लूटते हो। वरन सारी जाति ऐसा करती है। सारे दशांश भंडार में से ले आओ कि मेरे भवन में भोजन वस्तु रहे। और सेनाओं का यहोवा यो कहता है कि ऐसा करके मुझे परखो कि मैं आकाश में झरोखे तुम्हारे लिए खोलकर तुम्हारे ऊपर अपरंपार आशीष की वर्षा करता रहूंगा और कि नहीं, मैं तुम्हारे लिए नाश करने वाले को ऐसा धुड़कूंगा कि वो तुम्हारी भूमि की उपज नाश न करेगा और तुम्हारी दाखलताओं के फल कच्चे न गिरेंगे। सेनाओं का यहोवा का यही वचन है। तब सारी जातियां तुमको धन्य कहेगी, क्योंकि तुम्हारा देश मनोहर देश होगा। सेनाओं को यहोवा यही वचन कहेगा। इसमें हमें ध्यान देने वाला आयत है 10वां आयत। सारा दशांश भंडार में ले आओ कि मेरे भवन में वस्तु भोजन वस्तु रहे। ആമേൻ. ഇത് പഴയ നിയമമാണെന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. ये पुराना नियम है ऐसा कहकर इसको तुच्छ नहीं जानना। അബ്രാഹാമിന്റെ കാലം മുതൽ യാക്കോബ് സഹിതം എല്ലാവരും പഴയ നിയമത്തിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ് അവരൊക്കെ. ആ കാലം മുതലേ അവരെല്ലാവരും അവർക്ക് ലഭിച്ച സമ്പത്തിൽ നിന്ന് ദൈവമുമ്പാകെ അർപ്പിക്കുന്നവരായിരുന്നു. इब्राहिम से लेके याकूब तक अगर हम देखें तो पुराना नियम से पहले से कितने सालों पहले से जो लोग थे उन्होंने भी जो संपत्ति जो धन परमेश्वर से पाया उसका भाग परमेश्वर को हमेशा से देते आए हैं। അവർ അങ്ങനെ വിശ്വസ്തയോടെ ആ കാര്യം ചെയ്തത് കൊണ്ട് ധാരാളമായി ദൈവം അവരെ വീണ്ടും സമൃദ്ധിയിലേക്ക് നടത്തി. ആ സമൃദ്ധി ഉപയോഗിച്ച് അവർ വീണ്ടും ലോകത്തിന് ഒരു അനുഗ്രഹമായി തീർന്നു. और जो बातें उन्होंने विश्वास योग्यता से किया, इसलिए परमेश्वर ने और भी बहुत सी बरकतों को उन्हें दिया और वो बरकत का इस्तेमाल करके वो संसार भर के लोगों के लिए आशीष बन गए। ആമേൻ. ഇതിന് സമാന്തരമായി പുതിയ നിയമത്തിൽ വേദഭാഗം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. और ऐसा ही एक वचन नया नियम में है जो मैं आप लोगों को बताना चाहूंगा। ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ബാക്കി റെഫറൻസുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട്. और एक वचन पढ़ने के बाद बाकी केवल रेफरेंस बताकर समाप्त करेंगे क्योंकि समय नहीं है। ആമേൻ. 2 കൊരിന്ത്യർ 9:6 മുതൽ 11 വരെ നമ്മൾ വായിച്ചു നോക്കണം. दूसरा कोरिन्थी 9 6 മുതൽ 11 വരെ, उसका 6 से लेके 11 तक। दूसरा कोरिन्थी 9 उसका 6 से लेके 11 तक। 2 കൊരിന്ത്യർ 9:6 മുതൽ 11 വരെ. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ലോഹമായി വിതയ്ക്കുന്നവൻ ലോഹമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെ കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. दूसरा कोरिन्थी 9 6 से लेकर 11। परंतु बात जो यह है कि जो थोड़ा बोता है वह थोड़ा काटेगा भी, और जो बहुत बोता है वह बहुत काटेगा। हरेक जन जैसा मन में ठान वैसा ही दान करे, न कुड़कुड़ा के और न दबाव से, क्योंकि परमेश्वर हर्ष से देने वालों का प्रेम करता है। और परमेश्वर सब प्रकार का अनुग्रह तुम्हें बहुतायत से दे सकता है, जिससे हर बात में और हर समय सब दो तुम्हें आवश्यक हो तुम्हारे पास रहे, और हरेक भले काम के लिए तुम्हारे पास बहुत कुछ हो। जैसे लिखा है, उसने बतियारा से कंकालों को दान दिया, उसका धर्म सदा बना रहेगा। जो बोने वाले को बीज और भोजन के लिए रोटी देता है, वह तुम्हें बीज देगा और उससे फलवंत करेगा, और तुम्हारे धर्म की फलों को बढ़ाएगा, कि तुम हर बात में सब प्रकार की उद्धारता के लिए जो हमारे द्वारा परमेश्वर का धन्यवाद करवाती है धनवान किए जाओ। ആമേൻ. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതിന് സമാന്തരമായി തന്നെ അല്ലേ ഈ വാക്യങ്ങൾ നിൽക്കുന്നതെന്ന് ദൈവമക്കൾ ആലോചിച്ച് നോക്കുക.
मलाकी नबी की किताब में जो हमने पढ़ा उसी की समांतर में ये वचन है, ये आप जानकर समझ लेना। അത്യാവശ്യം കൊണ്ട് ഞാൻ ഒരു വേദഭാഗം കൂടെ പരസ്യമായി വായിച്ചോട്ടെ. 2 കൊരിന്തി 8-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയാണ്. दूसरा कोरिन्थी 8 का 7 से लेके 9 भी पढ़ना चाहूंगा। എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ള ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയെ ശോധന ചെയ്യേണ്ടതെന്നത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. दूसरा कोरिन्थी 8 उसका 7 से लेके 9, सो जैसा हर बात में अर्थात विश्वास, वचन, ज्ञान और सब प्रकार के यत्न में और उस प्रेम में जो हमें रखते हैं वो बढ़ते जाते हो, वैसा ही इस दान के काम में भी बढ़ते जाओ। मैं आज्ञा की रीति पर तो नहीं, परंतु औरों के उत्साह के अनुसार प्रेम की सच्चाई को परखने के लिए लिखता हूँ। तुम हमारे प्रभु यीशु मसीह का अनुग्रह जानते हो कि वह धनी होकर भी तुम्हारे लिए कंगाल बन गया, ताकि उसके कंगाल हो जाने से तुम धनी हो जाओ। ഇതിന്റെ എല്ലാ അർത്ഥം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഗ്രഹിക്കാൻ കൃപയുണ്ട്. നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് അത് ഗ്രഹിക്കണം ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെ ദൈവദാസൻ പറയുന്നത്, എന്നാൽ ആത്മീയമായ ചില സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾ വർദ്ധിച്ചു വരുന്നത് പോലെ തന്നെ ഈ സാമ്പത്തിക കാര്യത്തിലും നിങ്ങൾ വിശ്വസ്തരായി വർദ്ധിച്ചു വരണമെന്ന് പറയുകയാണ്. यहाँ पर प्रभु के दास जो कहना चाहते हैं वो केवल इतना ही है, जिस तरह से आत्मिक वरदानों में तुम उन्नति पाते हो उसी तरह से दान के कामों में भी तुमको बढ़ते आना है। ഒരുവന്റെ സ്നേഹത്തിന്റെ പരമാർത്ഥത അറിയണമെങ്കിൽ സമ്പത്തിന്റെ കാര്യം പറയുമ്പോഴാണെന്ന് ദേവദാസൻ പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. एक के प्रेम के बारे में अगर हमको परखना है तो उसके धन के बारे में जब कहेगा तो तब समझेगा, ऐसा प्रभु का दास कहता है। 8-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത ശോധന ചെയ്യേണ്ടതിനാണ് ഞാനിത് പറയുന്നത്. 8वें आयत में लिखा है कि तो तुम्हारे प्रेम की सच्चाई को परखने के लिए मैं ये कहता हूँ। ഞാനിങ്ങനെ പറയാറുണ്ട്, കാശിന്റെ കാര്യം പറയുമ്പോൾ ആളിനെ തിരിച്ചറിയാമെന്ന് പറയാറുണ്ട്. तो मैं अक्सर कहता हूँ कि पैसा के बारे में कहेगा तो लोग बच्चों का प्रेम के बारे में जान पाएंगे। ആമേൻ. ഏതൊരു മഹത്വം ഉണ്ടാകട്ടെ, അതേ ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കുന്നതിൽ ഉത്സാഹികളാകും, സ്വോത്രം എന്ന യാഗം അർപ്പിക്കുന്ന കാര്യത്തിൽ ഉത്സാഹികളാകും. എന്നാൽ എല്ലാവരുമല്ല, ചിലര് ഈ പേഴ്സിനകത്തോട്ട് കൈയിടുന്ന കാര്യം വരുമ്പോഴാണ് പുറകോട്ട് വലിയുന്നത്. हमने जैसा देखा कि व्यक्तिगत तौर में बलिदान के बारे में और परमेश्वर को स्तुति का बलिदान देने में सब लोग तो आगे होते हैं, लेकिन सब लोग नहीं, कुछ लोग जब अपने पॉकेट में हाथ डालने का, अपने बटुए में हाथ डालने का समय आता है तब धीरे से पीछे हट जाते हैं। ആ ഭാഗത്ത് ഒരു വിടുതൽ നടക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ക്രമീകരിക്കുമ്പോഴാണ് നടക്കുന്നത്, ഇല്ലെങ്കിൽ അത് അവിടെ ഒരു ബന്ധനമായിട്ട് ജീവിതത്തിൽ നിൽക്കുകയാണ്. और ऐसी जगहों पर अगर छुड़ाई पाना है तो इन बातों को अगर हम सुधारेंगे तो ही होगा, अगर ऐसा नहीं करते तो वो बंधन बिल्कुल वैसा ही रहेगा। ഈ കാര്യത്തിൽ വിശ്വസരായിരിക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കളെ നോക്കിക്കേ, അവരെത്ര ഉത്സാഹികളും സന്തോഷമുള്ള ഈ കാര്യത്തിൽ അതിൻ്റെതായ നന്മകളും വിടുതലുകളും പിന്നെയും ധാരാളമായിട്ട് അവർ അനുഭവിക്കുന്നവരുമാണ്. इस मामले में जो विश्वास योग्य है ऐसे प्रभु के बच्चों को और प्रभु के दासों को देखो, वो इसका कितना आनंद हर्ष उठाते हैं और उसका बरकत उन्हें आगे भी मिलता रहता है। അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സമ്പത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു ഓഹരി നിശ്ചയമായിട്ട് ഉണ്ട്. ആ ദൈവത്തിന്റെ ഓഹരി പഴയ നിയമത്തിലെ നീതിയെ കവിയുന്ന ഒരു പെർസെന്റേജ് ആണ്. അത് എത്രയാണെന്ന് അവരവർ ഹൃദയത്തിൽ സന്തോഷത്തോടെ തീരുമാനിച്ചിട്ട് അത് ദൈവസഭയിൽ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള അഭിഷക്ത കർത്തദാസന്മാരുടെ കരങ്ങളിൽ അത് പരമേൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് അത് പ്രാർത്ഥിപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ചു വിടാൻ പറയണം. अगर ऐसा है तो जैसा हमने देखा पुराना नियम में जो निष्कर्षण किया है उस औसत से ज्यादा जो हमारा धन है उसमें से एक भाग जो है वो परमेश्वर का है, तो हमें किसी हाथ में पहुंचते नतीजे पे ना पहुंचते हुए जो हमारे मन में आए उस बात को पूरे मन के साथ, वो पुराना नियम में जो बताया गया है उससे भी ज्यादा होना चाहिए और पूर्ण खुशी के साथ जब हम कलीसिया में आराधना के लिए आते हैं तो उस प्रभु के दास के हाथों में सौंप देना। इतना ही नहीं, वो प्रार्थना करके आपको आशीष करके भेजने के लिए आपका सहमति होना। ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ദൈവവൃത്തിനാണ് ചിലപ്പോൾ ചില ദൈവവൃത്തിന്മാരെങ്കിൽ
അവരെ ഇത് വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധമായും ദൈവനാമത്തിൽ അവരുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ വേണം. हो सकता है कुछ प्रभु के दास लोग उनका जरूरत आवश्यकता हो तो भी जब आप लोग देते हो तो मना कर देंगे, लेकिन ऐसा करने से आप जबरदस्ती उनके हाथ में थमा देना और प्रार्थना करके आशीष लेकर ही आप लौटना. അതിനുശേഷം അവർ പിന്നെ അത് ദൈവഹിത പ്രകാരം അവർ കർത്താവിന്റെ മേലെ പ്രയോജനപ്പെടേണ്ടത് അവർ യോഗ്യമായി ഒരു പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ. और उसके बाद उनको जो करना है वो परमेश्वर में भरोसा करते हुए सेवकाई के लिए जैसा इस्तेमाल करना है वैसा वो इस्तेमाल कर लेंगे. ഇങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് വേർതിരിക്കാനായിട്ട് അതിന്റെ പെർസെന്റേജ് കൂടുതലായിട്ടുള്ളപ്പോൾ നമുക്ക് ധാരാളമായി നമുക്ക് ചെലവഴിക്കുവാൻ സ്ഥലങ്ങളുണ്ട്. और इस तरह से हम लोग जो देते हैं उसका जब औसत जब बढ़ जाता है तो इसको खर्च करने के लिए बहुत सी जगह है. ഇവിടെ പ്രാർത്ഥനാ സമയത്ത് വാത്സല്യ സഹോദരന്മാർ കർത്താവിന്റെ വേലയിൽ ഈ പാൻഡമിക് പീരീഡിൽ കഷ്ടപ്പെടുന്ന മിഷണറിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എന്റെ ഹൃദയം പിന്നെയും വിതുമ്പുവാനിടയായിട്ടുണ്ട്. और यहाँ पर बिछवाई प्रार्थना करते समय प्रभु के दासों ने कलीसिया ने जब मिशन के लोगों को उद्यम में जाने वाले लोगों को खासकर इस पैंडेमिक इस महामारी के बीच में जो लोग हैं उनके लिए सेवकों के लिए प्रार्थना किया तो मेरा दिल बहुत आनंद से उमड़ गया. കൃപയാൽ അനേക മിഷണറിമാരെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിന്റെ വേലയിൽ അങ്ങനെ പൂർണ്ണ സമയം വേർതിരിഞ്ഞ അല്ലെങ്കിൽ പോലും പല കൂടി വരെയുള്ള സാധുക്കളായ ദൈവമക്കളെയും ഞാൻ ഫോണിൽ കൂടെ പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അനേകരും ഭയങ്കര കഷ്ടത്തിൽ കഴിയുന്നവരാണ്. और मैं इस समय में बहुत से लोगों के साथ पूर्ण समय ना सही परमेश्वर की सेवकाई में लगे हुए कई लोगों के साथ बात करता हूँ. बहुत से लोग बहुत ही पीड़ा और कष्ट की अवसर में है. ആമേൻ. നമ്മളോട് ഒരുപക്ഷെ അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയത്തിനകത്ത് അനേകം വേദനകൾ ചുമന്നുകൊണ്ട് അവർ നടക്കുകയാണ്. हो सकता है हमसे वो इन बातों को ना बांटे लेकिन उनके हृदय में ऐसे बहुत से दर्द को लेकर वो चल रहे हैं. എന്തിനു പറയുന്നു, നമ്മൾ കൂടുന്ന കൂട്ടായ്മയ്ക്ക് അകത്തും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന പല പ്രിയപ്പെട്ടവരെ കാണും. इसलिए ज्यादा कहना हम जिस संगति में आते हैं उस संगति में भी ऐसे बहुत से लोग होंगे जो इस तरह से धन की अभाव के कारण बहुत सी सकेरी में है. ജോലി നഷ്ടപ്പെട്ടവര്, ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടവര്, അങ്ങനെ പല നിലയിൽ ഞെരുക്കം അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ കാണും. नौकरी जिसका नष्ट हुआ है, जिनका तनख्वाह कम किया गया है, इस तरह से बहुत ही संपत्ति के बारे में धन के बारे में ऐसे सकृति अनुभव करने वाले बहुत लोग होंगे. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, അതേ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചും പോയിരുന്നെങ്കിൽ മേൽത്തരമായ ജോലി സമ്പാദിക്കാൻ കഴിയാമായിരുന്നു, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന അവസ്ഥയിൽ ആ വിദ്യാഭ്യാസം ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാതെ കർത്താവിനോടുള്ള സ്നേഹത്താൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ ഭാരത്താൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലേക്കും കടന്നുപോയി തന്റെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള വസ്ത്രമോ പാലോ പാർപ്പിട സൗകര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. मैं बहुत से ऐसे लोगों को जानता हूँ जिन्होंने ऊंचा शिक्षा प्राप्त किया है. अगर वो चाहते तो अच्छी नौकरी करके अच्छी जिंदगी वो बिता सकते थे, ऐशो आराम का जिंदगी वो बिता सकते थे, लेकिन परमेश्वर के प्रेम के प्रति और लोगों के प्रति जो बोझ है इसके प्रति उन तमाम बातों को छोड़कर इंडिया के अलग अलग ग्रामों में वो जाकर प्रभु की सेवकाई करते हैं. उनके बच्चों के लिए परवरिश करने के लिए, उनको अच्छा कपड़ा देने के लिए, सामान्य शिक्षा देने के लिए, सुरक्षित घर देने के लिए भी उनके पास कुछ नहीं है. लेकिन ऐसी अवस्था में भी बहुत ही तंगी में, बहुत ही मुश्किल में होने वाले बहुत से प्रभु की सेवा करने वाले दासों को मैं जानता हूँ. PhD റിസർച്ച് ചെയ്തിട്ട് ഡോക്ടറേറ്റ് ലെവലിലുള്ള വിദ്യാഭ്യാസം സമ്പാദിച്ച കഴിവുള്ള അനേക ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുണ്ട്. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഡാലും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് കഴിയുന്ന അവസ്ഥയിൽ भारत के उत्तर दिशा में हम जानते हैं PhD लिया हुआ, डॉक्टरेट मिला हुआ ऐसे बहुत से लोग हैं जो अभी भी वहां पर दाल और पानी पीकर या रोटी खाकर वो अपने जीवन को बिता के वहां सेवकाई में लगे हुए हैं. എന്തിനു പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മാതൃസഭയിൽ തന്നെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എത്രയോ ദൈവമക്കളും കർത്തദാസന്മാരുമുണ്ട്. और आपके लोगों को कहना चाहूंगा, मेरे प्रिय लोगों, आप बाहर गांव में हैं लेकिन आपकी जो गांव की कलीसिया है वहां पे कितने तो ऐसे लोग हैं जो इस तरह से एक आर्थिक तंगी में जीवन को बिताते हैं. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അതേ സ്തോത്രം, അതേ ദൈവത്തിന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും അതേ ദൈവാലയത്തിൽ കൊണ്ടുവരുവീൻ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ
ആമീൻ ആമീൻ നമുക്ക് ലഭിച്ച ആ ദശാംശത്തെക്കാൾ ഉയരത്തിലുള്ള അതേ ഒരു പ്രത്യേകമായ ഓഹരിയാണ് ആമീൻ പുതിയ നിയമത്തിൽ ദൈവാലയത്തിൽ കൊണ്ടുവരാൻ പറയുന്നത്. पुराने नियम में मलाकी नबी ने जिस तरह से कहा कि दशांश को आपके भंडार में कलीसिया में ले आओ ताकि प्रभु के मंदिर में भोजन रहे, तो नया नियम में वो दशांश नहीं, उससे अधिक जो हमारा धन का एक भाग है वो परमेश्वर को देना है. ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. और कलीसिया में या मंदिर में भोजन होने के लिए ऐसा लिखा है. ഇത് പ്രാപിച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നിക്ഷേപം കൂട്ടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. इसे प्राप्त कर कर हमारा विनिवेश करने के लिए या हमारे फंड को बढ़ाने के लिए नहीं, लेकिन मेरे कलीसिया में, मेरे आलय में, मेरे मंदिर में भोजन होने के लिए ऐसा लिखा है. ഓരോ ദൈവവൈദ്യരും ദൈവത്തിന്റെ ആലയമാണെന്നുള്ളത് മനസ്സിലാകുമല്ലോ പുതിയ നിയമത്തിൽ. नया नियम में हर एक व्यक्ति परमेश्वर का मंदिर है, ऐसा आप लोग समझते हैं ना? ഓരോ പ്രാദേശിക കൂട്ടായ്മയും ദൈവത്തിന്റെ ആലയമാണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. और हर एक लोकल जो संगति है वो परमेश्वर का मंदिर है, ये आप लोग समझते हैं. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, പണ്ട് ദാവീദിന്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്ന പോലെ ആമീൻ അങ്ങനെയുള്ള പലരും ഉണ്ട്. ആമീൻ ആമീൻ ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെയെങ്കിലും ഒക്കെ നമുക്ക് സഹായിക്കാൻ കഴിയും. इस तरह से हमारे बीच में, हमारी मंडलियों में भी कर्जदार लोग, संपत्ति को या धन जिसके पास नहीं है, निर्धन लोग, ऐसे बहुत लोग होंगे. जिस तरह से दाऊद के साथ भी ऐसे कई लोग थे. जैसा मैंने पहले कहा, हो सकता है सब लोगों की मदद तो हम नहीं कर सकते, लेकिन कुछ लोगों की मदद तो हम जरूर कर सकते हैं. അങ്ങനെ ഇപ്പോൾ ദുർഭിക്ഷത്തിൽ ഇരിക്കുന്നവരെ നമുക്ക് സുഭിക്ഷത്തിലേക്ക് നടത്തുവാൻ കഴിയും. നാളെ അവർ സുഭിക്ഷത്തിലേക്ക് വരുമ്പോൾ അവർ ഇന്ന് ദുർഭിക്ഷത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ അവർ സഹായിക്കുവാനിടയാവും. इस तरह से जो गरीबी में है, जो निर्धन है, उन लोगों को हम उद्धारता में ला सकते हैं. और जब वो उद्धार होंगे तो ऐसे बैठने वाले दूसरे लोगों के लिए वो भी एक मददगार बनेंगे. അങ്ങനെ നമ്മുടെ ഇടയിൽ വലിപ്പ ചെറുപ്പമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും സന്തുഷ്ടിയിൽ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ऐसे हमारे बीच में बिना ऊंच नीच के सब लोग एक समान आनंद से रहने का एक समय आएगा. ആദ്യകാല സഭയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സമ്പത്തുണ്ടായിരുന്നവർ ജനത്തിന്റെ ഞെരുക്കം കണ്ടിട്ട് അത് വിറ്റുകൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ വാദപീഠത്തിൽ കൊണ്ടുവച്ചെന്നാണ് വായിക്കുന്നത്. आरंभ की कलीसिया में हम जानते हैं वहां के लोगों ने, जो धनी थे, कलीसिया के निर्धन लोगों की अवस्था को देखकर अपनी संपत्ति, जमीन जायदाद को बेचकर उसमें से जो भी मोल मिला वो प्रेरितों के पांव में लाके दे दिया ताकि कलीसिया में इस्तेमाल किया जाए. ആമേൻ അവർക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിജ്ഞാനവും വിശ്വസ്തതയും ഉള്ളതായ ചിലരെ തെരഞ്ഞെടുത്ത് ആ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവരെ ഉത്തരവാദിത്വം ഫലമേൽപ്പിച്ചു. और क्योंकि प्रेरितों के पास इसका समय नहीं था, जिसके पास पवित्र आत्मा हो, जो विश्वासी योगी, ईमानदार हो, प्रभु के सच्चे भक्त हो, ऐसे लोगों को चुनकर उन लोगों को वितरण करने का वो सेवा उनको सौंप दिया. ആമേൻ അങ്ങനെ അവരുടെ ഇടയിൽ ഉള്ളതായ വിധവമാരെ, ഞെരുക്കം അനുഭവിക്കുന്നവരെ, ജാതികളിൽ നിന്ന് കടന്നു വന്ന പല നിലയിലുള്ള സാമ്പത്തിക നിവൃത്തിയില്ലാത്ത ആളുകളൊക്കെയും അതിൽ കൂടെ അതിൻ്റെതായ അനുഗ്രഹം അനുഭവിക്കുവാനിടയായിത്തീർന്നു. और ऐसे उनके बीच में जो विधवा लोग थे, जो अनाथ लोग थे, जो निर्धन लोग थे, अन्य जातियों में से आए हुए मुश्किलात में जो लोग थे, और ऐसे जितने भी जो भेड़ थे, वो सब इस आशीष के द्वारा आशीषित हुआ. നന്മ ചെയ്യുവാനും, അതുകൊണ്ടാണ് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുതെന്ന് എബ്രായർ ലേഖനത്തിൽ നമ്മൾ വായിക്കുവാനിടയായിട്ടുള്ളത്. इब्रानी में हम पढ़ते हैं, भलाई करने के लिए और पावनाई करने में हमको बढ़ते आना है. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരായിരിക്കുന്ന പത്രോസിന്റെയും മറ്റേ അടുക്കൽ വന്നപ്പോൾ അനേക നിർദ്ദേശങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ വലിയ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം പറയാൻ അവർ മറന്നില്ല. ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് പൗലോസിനെ ഉപദേശിക്കുവാൻ ഒരിക്കലും മറന്നില്ല. और वहां पर कई बातों को जब बताया गया, बड़े बड़े बातों को बताया, तो पत्रुस ने पौलुस को बोला, निर्धन लोगों को तुम कभी भूल नहीं जाना, उनका ध्यान रखना. ഗലാത്യലേഖനം 2:9 ആ വാക്യം നമുക്ക് കാണാൻ കഴിയും. गलातियों की पत्री 2:1 में हम उस वचन को देख सकते हैं. സംഗീതം 41:1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അതിന് നന്മ എന്താണ്, അനുഗ്രഹം എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. भजन संगीता 49 उसका 1 से 3 लग जब हम पढ़ते हैं तो उसमें भलाई क्या है, उसमें आशीष क्या है, हम देख सकते हैं. ഒരൊറ്റ ചെറിയ വാക്യം അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മ നമ്മൾ അവിടെ എത്രയധികമായി കാണുന്നു.
एक छोटी सी बात को जब हम अंगीकार करते हैं तो उसमें कितना आशीष है वो हम वहां देख सकते हैं। ഇത് ചെയ്ത് അതിന്റെ നന്മ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ये करते हुए उसके भलाइयों को पाने वाले लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിൽ നീ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. और उसमें हम पढ़ते हैं, हे देश देश के सब लोगों यह सुनो, यह संसार के सब निवासियों कान लगाओ, क्या ऊंचा क्या नीचा, क्या धनी क्या दरिद्र कान लगाओ, मेरे मुंह से बुद्धि की बातें निकलेगी और मेरे हृदय की बातें समझ लेगा। ऐसा वहां पर जो करते हैं उन लोगों का बारे में जो प्रतिफल दिया होता है वो वहां पर लिखा गया है। ആമേൻ. എബ്രായ ലേഖനം 6:10 അതിന് സമാന്തരമായി മറ്റൊരു വാക്യം കാണാം. इब्रानियों की पत्री 6:10 में हम दूसरा उसी के अनुसार एक वचन को हम देख सकते हैं। അവിടെ ഇങ്ങനെ കാണും, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും വിശുദ്ധന്മാരെ ഇന്നും ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നതിനാലും ദൈവത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. क्योंकि परमेश्वर अन्यायी नहीं है कि तुम्हारे काम और तुम्हारे उस प्रेम को भूल जाए जो तुमने उसके नाम के लिए इस रीति से दिखाया कि पवित्र लोगों की सेवा की और कर भी रहे हो। ആമേൻ. അതെ, ദൈവം നമ്മളെ ഒന്ന് ഓർക്കേണ്ട ഒരു പ്രത്യേക കേസ് കെട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തിന് ഓർക്കാൻ ചിലതുണ്ടായിരിക്കണം. परमेश्वर को हमें स्मरण करने का ऐसी कोई संदर्भ अगर आ जाए तो परमेश्वर के पास हमें स्मरण करने के लिए कोई चीज होना है। ആമേൻ. ദൈവത്തിന് സ്തോത്രം. കൂടാതെ ലൂക്കോസിന്റെ സുവിശേഷം 16:11 നമ്മൾ വായിക്കുമ്പോൾ, और इसके अलावा लूका रचित सुसमाचार उसका 16:11 जब हम पढ़ते हैं, അവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്ഷമിക്കണമേ, 16:9 നമ്മൾ വായിക്കുമ്പോൾ, അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 16:9 में लिखा है, और मैं तुमसे कहता हूं कि अधर्म के धन से अपने लिए मित्र बना लो। ലൂക്കോസ് സുവിശേഷം എഴുതുന്ന സമയത്ത് മമ്മോൻ എന്ന് പറയുന്നത് അവിടെയുള്ള ജാതികളുടെ ഒരു സമ്പത്തിന്റെ ദേവതയായിരുന്നു. മമ്മോൻ എന്ന് പറയുന്ന ദേവനായിരുന്നു. മമ്മോൻ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അറിയാമല്ലോ. लूका ने जब ये सुसमाचार लिखा उस समय में वहां के लोगों का जो एक देवता था वो जिसका नाम मामोन था। അപ്പോൾ പണത്തിനെ അവർ മമ്മോൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. तब वो पैसा को मम्मोन बुलाते थे। അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിനക്ക് എത്രയും സ്നേഹിതന്മാരെ ഉണ്ടാക്കാൻ കഴിയും അത്രയും സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക. तो वहां पे लिखा है कि ऐसा अधर्म के धन से तू जितना मित्र बना सकता है उतना मित्र बना ले। അങ്ങനെ എത്ര സ്നേഹിതന്മാർ നമുക്ക് ഉണ്ടെന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുക. और ऐसा हमारा कितना मित्र है ये हम अपने आप से सवाल करें। നമ്മുടെ വലം കൈ കൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയാത്ത നിലയിൽ ക്രിസ്തുവിൽ മറിഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സ്നേഹിതന്മാരെ നമുക്ക് സമ്പാദിക്കാൻ അവസരമുണ്ട്. हमारा दाया हाथ जो करता है बाया हाथ न जाने, ऐसे मसीह में छिपे हुए बहुत से मित्रों को हम इकट्ठा कर सकते हैं। എനിക്ക് ചില സ്നേഹിതന്മാരുമായി ഉണ്ട്, അവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും അവയെ കുനിഞ്ഞിരുന്ന് ചിരിക്കാറുണ്ട്. मेरे बहुत से ऐसे मित्र हैं, कुछ ऐसे मित्र हैं जिनके साथ जब सफर करते हैं तो मैं हंसता हूँ। അവരുമായിട്ട് യാത്ര ചെയ്താൽ പബ്ലിക്കിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് പ്രത്യേകിച്ച് നടന്നു പോവുകയോ ഒരു 2 വീലർ യാത്ര ചെയ്യുകയോ ആണെങ്കിൽ, അപ്പോഴാണ് 4 വീലറിനാണെങ്കിൽ അത്രയും ചിലപ്പോൾ നടക്കത്തില്ല. എന്നാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവരുടെ കരം താഴ്ത്തിയിടാൻ അവർക്ക് നേരം കാണത്തില്ല. और ऐसा जब लोग होता है इनके साथ, खासकर जब 2 व्हीलर में द्विचक्री वाहनों में जब चलते हैं, कार में इतना तो नहीं होता, लेकिन जब हम सफर करते हैं तो उनका हाथ नीचे डालने का उनको समय नहीं होता। എന്താ കാര്യം എന്നറിയാമോ? कारण क्या है? അവരെല്ലാം ഇവരുടെ സ്നേഹിതന്മാരാണ്. वो सब लोग इनके मित्र है। അവർ രക്ഷിക്കപ്പെട്ടവരെന്നോ രക്ഷിക്കപ്പെടാത്തവരെന്നോ ഭാര്യയില്ലാതെ കയ്യിലൊന്നും ഒത്തിരി ഉണ്ടായിട്ടല്ല. ദൈവം തരുന്നതിനെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമ്പോൾ നീടിയായിട്ടിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ മുഖം നോക്കാതെ ആ വ്യക്തിയെ അവരുടേതായ പ്രതിസന്ധി നടുവിൽ ഇറങ്ങി സഹായിച്ചപ്പോൾ അവർക്ക് എങ്ങനെ മറക്കാനായിട്ട് കഴിയും? तो वो धनी हो निर्धन हो या फिर वो विश्वासी हो अविश्वासी हो, ऐसा कुछ ईमान न रखते हुए ज्यादा होने के वजह से नहीं, लेकिन परमेश्वर ने जो दिया वो विश्वासियों के साथ उनकी जरूरत के समय में जब उनको मदद किया तो कैसे वो इनको भूल सकते हैं? കർത്താവിന്റെ വേലയിൽ സുവിശേഷം പങ്കുവെക്കുന്നിടത്തും സ്തോത്രം ഹല്ലേലൂയ. അതേ വിശന്നിരിക്കുന്നവനോട് തീ കായുക എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം വിശപ്പിന് അല്പം ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ടല്ലോ.
सेवकाई के बीच में भी हम जानते हैं जो व्यक्ति भूखा है उसके सामने आग आग सेको, ये कहने से बेहतर उसे खाने का रोटी देना है, ऐसा यीशु मसीह ने भी सिखाया। കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ധ്യാനിക്കേണ്ടതായിരുന്നു. നമ്മുടെ യേശു കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ തന്റെ രക്തത്തിലൂടെ തന്റെ ജീവിതത്തിലൂടെ ജീവനിലൂടെ വീണ്ടെടുക്കുവാനുമാണ് കർത്താവ് കടന്നു വന്നത്. എങ്കിലും താൻ ആ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുമായി രാജ്യത്തിന്റെ നെടുകയും കുറുകയും നടക്കുമ്പോൾ തന്റെ കൺമുമ്പിൽ കടന്നു വന്ന ഒരു ദരിദ്രനെയും ഒരു രോഗിയെയും ഒരു വിശന്നവനെയും കർത്താവ് കണ്ടില്ലെന്ന് നടിച്ചില്ല. हमने जैसे पिछले दिनों में सुना, यीशु मसीह स्वर्ग राज्य का निर्माण करने के लिए, स्वर्ग राज्य की स्थापना के लिए संसार में आया, लेकिन उसके पूरे सेवा के समय में वो जब भी पूरे इस्राएल का यहाँ वहां वो चलता रहा, उसके सामने जो निर्धन आए, उसके सामने जो बीमार आए, उसके सामने जो भूखा आए, यीशु मसीह ने इनको अंधे का नहीं किया, उनकी जरूरतों के अनुसार यीशु मसीह ने उनकी मदद की। ലൂക്കോസ് 16:11 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഈ അനീതിയുള്ള മമ്മോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ ആമേൻ നിത്യതയുടെ സത്യമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കുമെന്ന് അവിടെ ചോദിക്കുന്നു. സത്യമായത് ആർ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. लूका का सुसमाचार 16 उसका 11 में हम पढ़ते हैं, इसलिए जब तुम अधर्म के धन में सच्चा ना ठहरे तो सच्चा तुम्हें कौन सौंपेगा। मतलब अगर उस अधर्म की बातों में विश्वास योग्य नहीं है तो वो जो अत्यंत सच की बात है वो सच्चाई को कौन हमें देगा। ഈ ലോകം വിട്ടതിന് ശേഷം നാം അനുഭവിക്കാൻ പോകുന്നതാണ് സത്യമായത്. ये संसार को छोड़कर जब हम जाएंगे तो जो अनुभव करने वाले हैं वो है ये सच। ഇതൊരു മായാലോകമാണെന്നുള്ള കാര്യം ഞാൻ പറയാം, നമുക്കെല്ലാം അറിയാമല്ലോ. ये संसार एक माया है, ये सब हम जानते हैं। अब ഇതൊരു സ്വപ്ന ലോകമാണെന്നാണ് നമ്മൾ പറയേണ്ടത്. और ये एक स्वप्न लोक है, ऐसा हमको कहना है। അങ്ങനെയെങ്കിൽ ഈ താൽക്കാലികമായ ഈ ലോകത്തിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ മമ്മോനിൽ നമ്മൾ വിശ്വസ്തരായെങ്കിൽ മാത്രമേ നിത്യമായ സത്യമായത് ദൈവം നമ്മളെ ഭരമേൽപ്പിക്കത്തുള്ളൂ. अगर ऐसा है तो ये अधर्म का मामून, ये पैसा जो हमें दिया है, उसमें अगर हम ईमानदारी और विश्वास योग्यता बरतेंगे तो ही वो स्वर्गीय सच्चाई के हम हकदार बनेंगे। നാം ജീവിതം കാത്തതിന്റെയും ഉപദേശം കാത്തതിന്റെയും കർത്താവിന് വേല ചെയ്തതിന്റെയും ഒക്കെ കണക്ക് ദൈവം ചോദിക്കുന്ന കൂട്ടത്തിൽ നിന്റെ കയ്യിൽ ലഭിച്ചതായ സമ്പത്തിന്റെ കണക്കെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. हमारी सेवकाई के बारे में, हमारे जीवन के बारे में, हमारे विश्वास योग्यता के बारे में जब हिसाब मांगा जाएगा, उस समय में परमेश्वर जब हमारे को दिया हुआ संपत्ति और बरकत का हिसाब मांगेंगे, उस समय हमें कमजोर नहीं होना है। हमें ആ സമയത്ത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തു എന്ന് നമുക്ക് പറയുവാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. उस समय हमें यह कहने की योग्यता होना है, जो कैसर का था मैंने कैसर को दिया, जो परमेश्वर का था मैंने परमेश्वर को दिया। ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ പറയുന്നു, നിന്റെ കഷ്ടതയിൽ അതിൽ നിന്ന് എടുത്ത് നീ തിന്നരുതെന്ന് അവിടെ പറയുന്നുണ്ട്. और परमेश्वर इस्राएल को कहता है, तेरी तंग की समय में तो उसमें से लेकर नहीं खाना। അവൻ എത്ര കഷ്ടതയിലൂടെ കടന്നുപോയാലും നമുക്ക് ലഭിക്കുന്ന നന്മ എത്ര ചെറുതാണെങ്കിലും അതിനകത്തുനിന്ന് ദൈവത്തിനുള്ള ഓഹരി മാറ്റിവെച്ചെങ്കിൽ ആ കഷ്ടതയിൽ അതിൽ നിന്ന് നമ്മൾ എടുത്ത് നമുക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. हमारा संकट कितना भी बड़ा क्यों ना हो, हमारा क्लेश कितना भी बड़ा क्यों ना हो, लेकिन जो परमेश्वर को देना है उस हिस्से में से हमें लेकर कभी इस्तेमाल नहीं करना चाहिए, ऐसा परमेश्वर कहता है। ആമീൻ. അഥവാ ഏതെങ്കിലും നിവർത്തികേട് കൊണ്ട് അതിനകത്ത് അല്പം എടുക്കേണ്ടി വന്നെങ്കിൽ അന്ന് ഇസ്രായേൽ കൊടുത്ത പ്രമാണം, പിന്നത്തേതിൽ നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ നീ എടുത്തതിന്റെ കൂട്ടി 4 ഇരട്ടി നീ മടക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. और अगर किसी कारणवश आपने उसमें से निकाल लिया है, इस्राएल के लोगों को जो न्याय दिया था उसके अनुसार जब बाद में तुझे बरकत और संपत्ति मिलेगा, उस समय जितना तूने उसमें से लिया उसका 4 गुना तुझे लौट कर देना है। ആമീൻ. അതേ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചതായ സക്കായി എന്ന ചുങ്കക്കാര് മാനസാന്തരപ്പെട്ടപ്പോൾ ആമീൻ എല്ലാം 4 ഇരട്ടിയും 5 ഇരട്ടിയുമായിട്ടാണ് താൻ മടക്കി കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ओ जक्कई जो पुराना नियम के उस संदर्भ में जीता था, हम जानते हैं जब उसने मन फिराया उसने कहा मैं सब कुछ 4 गुना और 5 गुना लौटाऊंगा। അദ്ദേഹം മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സിന് വരെ ഈ മാനസാന്തരം ഉണ്ടായി. और उन्होंने जब मन फिराया तो उनका बटुआ में भी मन फिराव हो गया। ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പഴയ സക്കായി ആയിട്ട് ഞാൻ പുറത്തു വന്നു. तो मैं ऐसा विश्वास करता हूँ, पुराना सक्काई होकर वो बाहर निकला।
ദൈവമോ പിശാചോ വിര ചൂണ്ടുന്ന ഒരു കാര്യവും തന്റെ കയ്യിലില്ല എന്നുള്ളത് താൻ ബോധ്യപ്പെടുത്തി. परमेश्वर या शैतान उसके ऊपर उंगली कर सके, इशारा कर सके, ऐसा कुछ भी उसके हाथ में नहीं है, इसका उसने पुख्ता प्रमाण ले लिया। അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 23 കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചത്. इसलिए मत्ती का 23 उसका 23 में इस तरह से सिखाया। ആമേൻ. ദൈവത്തിനുള്ളത് ചെയ്യുകയും ആമേൻ അത് സ്വഭാവങ്ങൾ ധരിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. और इसीलिए किया कि जो परमेश्वर का है वो परमेश्वर का करना है और उस स्वभाव को नहीं छोड़ना है। 23 अध्याय 23 वाक्य ഒന്ന് വായിക്കാമോ? मत्ती का सुसमाचार 23 का 23, हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम पौधनियों का और सौंफ का और जीरे का 10वां अंश देते हो, परंतु तुमने व्यवस्था की गंभीर बातों को अर्थात न्याय और दया का विश्वास छोड़ दिया है। चाहिए था कि इन्हें भी करते रहते कि उन्हें भी ना छोड़ते। ഇവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ തിരിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. ഇതാണ് ക്രിസ്തുവിന്റെ പ്രമാണം. तो वहां पर यीशु मसीह कहते हैं कि तुम पुदीनों का, सौंफ का, जीरे का 10वां अंश देते हो, लेकिन जो गंभीर बातें हैं, दया, करुणा, विश्वास को छोड़ देते हैं, तो चाहिए कि तुम्हें वो करते रहना है और इसे भी ना छोड़े। ആമേൻ. അവർ ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുകും ജീരകമൊക്കെ എണ്ണി അതിന് ദശാംശം കൊടുക്കുമായിരുന്നു, പക്ഷെ ന്യായം കരുണ തിരിക്കുമായിരുന്നു. तो वो करते क्या थे? वो पुदीना, सौंफ और जीरा जो है उसका दशांश हिसाब करके देते थे, लेकिन दया और अनुग्रह जो है इन बातों को छोड़ देते थे। ഇത് നേരെ തിരിച്ചുമാകാം. और ये उल्टा भी हो सकता है। അപ്പൊ ന്യായം, കരുണ, വിശ്വസ്തത ഈ കാര്യമൊക്കെ പല കാര്യത്തിലും അങ്ങ് മാന്യമായിട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ, ക്യാരക്ടർ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകാം. പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ അവിശ്വസരായി തീരാനും സാധ്യതയുണ്ട്. लेकिन न्याय, दया और विश्वास को दिखाते हैं, हमारे व्यक्तिगत जीवन को संभालते हैं ये करने वाले, लेकिन दशांश के बारे में छूट देने वाले ऐसे भी हो सकते हैं। ആമേൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് രണ്ടും നമ്മൾ ഒരുപോലെ അനുസരിക്കേണ്ടതാണ്. ന്യായം, കരുണ, വിശ്വസ്തത ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ ത്യജിക്കുകയും അരുത്. ആമേൻ. ലഭിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് ദൈവത്തിനുള്ള ഓഹരി കൊടുക്കുന്ന കാര്യത്തിൽ അവിശ്വസ്തരാകുകയും അരുത്. ഇത് രണ്ടും ഒരുപോലെ അനുസരിക്കണം. तो यीशु मसीह कहते हैं कि दोनों भी एक समान जाना है। यहाँ पर दया, विश्वास और इसको हमें करना भी है, उसके साथ साथ दशांश देने की बातों को छोड़ना भी नहीं है। इन दोनों को समांतर रूप में हमको लेकर आगे बढ़ना है। अनेक കാര്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. बहुत से बातों को कहना है, लेकिन यहाँ पर मैं रोकना चाहूंगा। അതുകൊണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറക്കരുത്. इसलिए भलाई करने में और पावनाई करने में आप लोग पीछे नहीं हटना, भूलना नहीं। നന്മ ചെയ്യുന്നത് ഒരു യാഗമാണ്. भलाई करना जो है एक बलिदान है। ആമേൻ. സ്വന്തം നമ്മുടെ ഈ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാര്, പുറത്ത് കർത്താവിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവര്, നമ്മുടെ മാതൃരാജ്യങ്ങളിൽ ആയിരിക്കുന്നവര്, ഇവരൊക്കെല്ലാം നമ്മൾ കടപ്പെട്ടവരാണ്. हमारी जो सेवकाई करने वाला प्रभु का दास, हमारे और जगहों में सेवकाई करने वाले, हमारे राज्य में, मुल्कों में सेवकाई करने वाले तमाम लोग, इन तमाम लोगों के प्रति हम कर्जदार है। ലോഹമായി വിതച്ചാൽ ലോഹമായി കൊയ്യും, ധാരാളമായി വിതച്ചാൽ ധാരാളമായി കൊയ്യും. अगर कम बोते हैं तो कम पाएंगे, अगर बहुतायत से बोते हैं तो बहुत पाओगे। ആമേൻ. മുമ്പേ പറഞ്ഞ ലൂക്കോസ് 14 പറയുമ്പോൾ ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറയുന്നു, അത് ഇല്ലാതെ വരുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ ചേർക്കാനിടയാകും. लूका 16 में जो वचन लिखा है कि ये अधर्म मामून के साथ तुम अपने मित्र को ले लो, उसी के साथ दूसरा भी कहा गया है कि जब वो नहीं होगा वो तुम्हें उस सच्चाई में वो तुम्हें ले लेगा। കർത്താവിന്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഭൗതിക നന്മകൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുവാൻ, നിത്യതയുടെ സ്നേഹിതന്മാരെ സമ്പാദിക്കുവാൻ പ്രത്യേകാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം അതിനുവേണ്ടി ഉപയോഗിച്ച് അതില്ലാതാകുമ്പോൾ നിത്യതയിൽ അനേക സ്നേഹിതന്മാർ നാം കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സ്നേഹിക്കാനുണ്ടാകും. तो इस तरह से हम ऐसे बातों को करते हुए, मामून को इस्तेमाल करते हुए मित्र को बनाते जाएंगे, और खासकर उन्हें जो विश्वास में अगर लेके आते हैं तो उस अनंतता में जब पहुंचेंगे तो वहां पर बहुत से मित्र हमारे लिए होंगे। നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിലൂടെ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അനേകര് സുവിശേഷം ഏറ്റെടുത്ത് അനുസരിച്ച് നാളെ നിത്യതയെ കാണാനിടയായി തീരും.
और ऐसा करने से हम लोग बहुत से लोग जो है विश्वास को अपनाते हुए बहुत लोग जो अनंतता में हमारे साथ होंगे। ആകെ ആ സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് വിശ്വസ്തരായി തീരാം. इसलिए धन के विषय में भी हम विश्वास योग्य बने। അതിന് വിരോധമായ അവിശ്വസ്തരായി തീരുന്നതിലുള്ളതായ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവിൽ നമുക്ക് വിടുതൽ പ്രാപിച്ച് അതിന് സാധ്യതയോടെ മുന്നേറുവാനിടയായി തീരട്ടെ. और इसको ना करने से जो बंधन हमारे जीवन में होता है उसके ऊपर जय पाते हुए अति स्वतंत्रता के साथ जीने के लिए परमेश्वर हमारी सहायता करने पाए। ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അഞ്ചാമത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധനം വരാൻ സാധ്യതയുണ്ട്. ആ ബന്ധനം നമ്മളെ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അറിയേണ്ട കാര്യം. और पांचवा जो एक बंधन है वो बंधन हमको पास न ले उसके लिए जो विषय है, കർത്തൃ ശുശ്രൂഷകന്മാർ മാത്രമല്ല ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കൾക്കും സുവിശേഷ വേലയിൽ ഒരു പങ്കുണ്ട്. और तमाम केवल सेवक नहीं लेकिन परमेश्वर में विश्वास करने वाले कलीसिया में होने वाले तमाम लोगों को सेवकाई में एक भाग है। ആമേൻ. ലേവ്യ പുസ്തകം 5:1 വായിക്കുമ്പോൾ लेवी उसका 5 का 1 जब हम पढ़ते हैं, ആമേൻ, അവിടെ ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി അറിയുകയോ കേൾക്കുകയോ ചെയ്തത് പ്രസ്താവിക്കാതെ ഇരുന്നാൽ താൻ തന്റെ കുറ്റം വഹിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. लेवी व्यवस्था उसका 5वां अध्याय का पहले आयत में लिखा है, जो उसने सुना है जाना है वो उसके बारे में प्रस्ताव नहीं करता, घोषणा नहीं करता तो उसके ऊपर दंड लाता है। യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ ദൂത് ആമേൻ നാം കേട്ടു, നാം അനുഭവിച്ചു. അതിന്റെ നന്മയും അനുഗ്രഹവും ഇന്ന് ഭൂമിയിൽ അനുഭവിക്കുന്നു. നാളെ ഭൗതിക ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ നിത്യതയിൽ ഉന്നതമായ പ്രത്യാശ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ശിക്ഷാവിധി ഒഴിഞ്ഞ സന്തോഷത്തിൽ നാം പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുമ്പോൾ ഇതേ അനുഭവത്തിൽ പാപത്തിൽ കഴിയുന്ന വ്യക്തികളോട് യേശുക്രിസ്തുവിലൂടെ ഇങ്ങനെ ഒരു വിടുതൽ ഉണ്ടെന്നുള്ളത് നമ്മുടെ അടുത്തുള്ള വ്യക്തിയോട് പറയാതിരുന്നാൽ അത് ഭയങ്കര കുറ്റമാണ്. तो यीशु मसीह का जो उद्धार हमने पाया है, जिस पर हमने स्वीकार करके जिस तरह की स्वतंत्रता को और पाप ना करके हुए पवित्र जीवन जीने की बात जो हमने जान लिया है, ये बात अगर दूसरे लोगों को हम प्रचार नहीं करते, हम उसका गवाही नहीं देते तो ये बहुत बड़ा दंड हमारे ऊपर लाता है, ये नहीं भूलना। ആമേൻ. ഒരു ദൃഷ്ടാന്തത്തിലൂടെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം പറഞ്ഞാൽ, एक दृष्टांत जो मेरे मन में आया जल्दी से अगर वो बता दे। ആമേൻ. ഇപ്പോൾ ഈ പാൻഡമിക് പീരീഡിലെ ഈ രോഗത്തിന്റെ വ്യാപനത്തിന്റെ ഈ കാലത്ത് ഈ COVID-19 എന്ന് പറഞ്ഞ വിഷയം രക്ഷപ്പെടാൻ മനുഷ്യന് മരുന്നില്ലാതെ നെട്ടമുട്ട ഓടിക്കൊണ്ടിരിക്കുകയാണ്. इस महामारी के बीच में हम जानते हैं इसमें से बचने के लिए बिना दवाई के लोग जो है बचने के लिए यहाँ वहां पर मारे मारे फिर रहे हैं। പ്രതിരോധ കുത്തിവെപ്പൊക്കെ എല്ലാ രാജ്യത്ത് കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങിയാലും പലയിടത്തും ഇതുവരെ ആയിട്ടില്ല. നമ്മൾ പലർക്കും അത് ലഭിച്ചിട്ടില്ല. टीका करने की जो बातें हैं, वैक्सीनेशन तो अलग अलग जगहों में शुरू किया है लेकिन बहुत लोगों को ये नहीं मिला, हमारे तक भी ये नहीं आया है। അതിന് 100% ഉറപ്പൊന്നും പറയാനില്ല. അത് പിന്നെ ഒരു എന്താ പറയുക മൂർധന്യാവസ്ഥയിൽ എത്താതെ നമ്മളെ വിടുവിക്കുന്നൊക്കെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. उसमें भी पूरा 100% का कोई उपाय नहीं है, लेकिन हम लोगों को वो बीमारी जो है अधिकांश नहीं आएगा, ये उसका एक समाधान है। ഇങ്ങനെ ഒരു പ്രത്യേകമായ ക്രൈസിസിലൂടെ ഈ മഹാമാരിയുടെ ഈ കാലത്ത് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ऐसे एक खास ऐसी परिस्थिति में महामारी के बीच में संदर्भ में जब हम जीते हैं, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. मैं यूं ही एक उदाहरण बताना चाहूंगा। നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ പരിസരത്തുള്ളതായ ഒരു പ്രത്യേകമായ സസ്യത്തിന്റെ 4 ഇല ഭക്ഷിച്ചാൽ ആ രോഗം പൂർണ്ണമായി സൗഖ്യമാകുമെന്ന് എവിടുന്നോ നമുക്കൊരു അറിവ് കിട്ടിയിട്ട് നാമും നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ആ ഇല ഭക്ഷിച്ച് പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു എങ്കിൽ ഈ ലോകത്തിലുള്ള ആളുകൾ മുഴുവനും ഈ രോഗത്താൽ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യം അവരോട് പറയാതിരുന്നാൽ അതെത്ര ഭയങ്കരമാണ്. अभी मान लो इस कोविड के इस समय में, इस महामारी के बीच में हमारे घर में या हमारे इर्द गिर्द मिलने वाली कोई ऐसा जड़ी बूटी है जिसका 4 पत्तों को खाने से इस बीमारी से हमें निजात मिलता है। अभी मान लो हम, हमारे घर वाले, हमारे रिश्तेदार ये खाकर हमने उसमें से निजात पाया और तंदुरुस्ती का जीवन को बिताते हैं, और अगर इस सच्चाई को हम औरों को नहीं बताते, दुनिया के लोगों को नहीं बताते तो कितना बुरा बात है। ആമേ. ലളിതമായ ഒരു നിസാരമായ ഉദാഹരണമാണ്. ഭാഷയുടെ ലാളിത്യ നിമിത്തം ആമേ ഇതിനെ നിസാരമാക്കി കളയരുത്. ये बहुत ही एक सरल सा एक उदाहरण है, ये भाषा के कारण इसको आप लोग तुच्छ नहीं जानना।
അപ്പൊ ഈ വചനം കേൾക്കുന്ന ഒരു കൊച്ചു കുട്ടി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനും കൂടെ ഗ്രഹിക്കാൻ കഴിയണം ആഗ്രഹത്തിലാണ് ഇത്രയും ലളിതമായ ഭാഷ ഉപയോഗിക്കുന്നത്. ये वचन सुनने वाला छोटा बच्चा भी अगर है, वो बच्चा भी सरलता से इस मुद्दे को समझे, इसलिए इस बात को इस तरह से इस उदाहरण के साथ कहा। നമ്മുടെ പാണ്ഡിത്യം വെളിപ്പെടുത്താനുള്ള സ്ഥലമല്ലല്ലോ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. हम पंडित थे इसको बताने के लिए, वचन प्रचार करने का हमारा मंच नहीं होता। എന്നാലും അങ്ങനെ പറഞ്ഞില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ചിന്തയാരെങ്കിലും അകത്തുണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി ഓർപ്പിച്ചെന്ന് മാത്രം. आप लोगों ने कुछ ऐसा कहा नहीं है, अगर ऐसा सोच आता है तो वो परमेश्वर के नाम में निकल जाए, बस इतना ही है। ഇതിന് സമാനമായിട്ട് 2 രാജാക്കന്മാർ 7:9 ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. और इससे समांतर में दूसरा राजा 7 में हम एक विषय को देख सकते हैं। അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ശമര്യയിൽ ഭയങ്കര ക്ഷാമം ഉണ്ടായപ്പോൾ ഇതാ അരാമ്യ രാജ്യത്തിലെ പട്ടാളക്കാര് ഒരു പ്രത്യേകമായ സമയത്ത് ഒരു ഭയം ഉണ്ടായിട്ട് അവരുടെ ക്യാമ്പിൽ നിന്ന് അവരെല്ലാ സാധനം ഇട്ടേച്ച് ഓടിപ്പോകുന്നു. കുറെ കുഷ്ഠരോഗികൾ പുറത്തു ഭാഗത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് ആ അരാമ്യ പാളയത്തിനകത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ ധാരാളം ഭക്ഷണങ്ങൾ ഇരിക്കുന്നത് കാണുന്നു. ആ ഭക്ഷണം അവർ ഭക്ഷിച്ചതിന് ശേഷം അവരവിടെ നിന്ന് അന്യോന്യം ഈ കുഷ്ഠരോഗികൾ പറയുകയാണ്, നാം ഈ കാര്യം നമ്മുടെ രാജ്യത്ത് എന്ന് പറയാതിരുന്നാൽ നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരായി തീരുമെന്ന്. तो वहां पर जो संदर्भ है वो ये है, हम देखते हैं आराम के लोग जो है वहां पर इजराइल के खिलाफ छावनी करते हैं और वहां पर लेकिन कुछ कारण की वजह से वो तमाम बातों को छोड़कर वो निकल जाते हैं, जबकि लोग अकाल और भूख में फंसे हुए होते हैं। वहां पर जो कुछ कोढ़ी होते हैं वो वहां पर उस छावनी में आते हैं, वो जो चाहिए वो खा लेते हैं, लेकिन वो आपस में चर्चा करते हैं इस बारे में। अगर हम जाकर हमारे मुल्क में, हमारे राज्य में इसकी खबर समाचार नहीं देंगे तो कल सुबह जब होगा तो हम इसके दोषी होंगे। 2 രാജാക്കന്മാർ 7-ാം അധ്യായം ദൈവമക്കൾ സമയമെടുത്ത് വായിക്കുമ്പോൾ അത് മുഴുവനുമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. दूसरे राजा 7वां अध्याय को जब हम पूरा पढ़ेंगे तो इस बात को समझ सकते हैं। അപ്പോൾ അവിടെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നേരം പുലരുകയും നമ്മൾ ഈ കാര്യം പറയാതെ ഇരുന്നാൽ നമ്മൾ കുറ്റക്കാരാകും. वो कहते हैं कि अगर सुबह हो जाए, वो फटने पर इस बात को उसके पहले अगर वहां नहीं पहुंचाते, इस बारे में हम दोषी ठहरेंगे। ജനം മുഴുവനും പട്ടിണി കിടക്കുകയാണ്. और सारे लोग वहां पर जो है भूखे पड़े हैं। മനുഷ്യനെ കൊന്നു തിന്നാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. इतना खूंखार अवस्था हो गया है कि मनुष्य मनुष्य को मारकर नरभोजी बनने की इच्छा में है। നിസാരമായ അളവിലുള്ള ധാന്യത്തിന് വലിയ വില കൊടുക്കാൻ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. और छोटी सी धान्य के लिए बहुत पैसा देने के लिए वो तैयार है। അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും അതെ തൃപ്തി വരുത്താതെ നിങ്ങളുടെ പണവും ചെലവിടുന്നത് എന്തേന്ന് പറയുന്നത് പോലെ മനുഷ്യൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി വേറെ പലതും ചെയ്ത് ഓടി നടക്കുമ്പോൾ ക്രിസ്തുവിലൂടെയുള്ള ഈ സൗജന്യമായ രക്ഷയെ കുറിച്ച് നമ്മുടെ പരിസരത്തുള്ളവരോട് സൗജന്യമായി അനുഭവിക്കുന്ന നമ്മളിത് പറയുന്നില്ലെങ്കിൽ നാളെ നേരം പുലരും, യേശു കർത്താവെന്ന നീതി സൂര്യൻ ഉദിക്കും. ഈ സത്യം നമ്മൾ വിളിച്ചു പറയാത്ത നിമിത്തം നമ്മൾ കുറ്റക്കാരായി തീരും. यीशु मसीह की सच्चाई को पाते, स्वतंत्रता को पाते हुए आनंद की जीवन को जब हम बिताते हैं, ऐसे बहुत से लोग संसार में हैं जो उद्धार नहीं पाएंगे। उद्धार कहाँ से आएगा ये सोचकर भटक रहे हैं। ऐसे समय पर हमें मिला हुआ, सौजन्य से मिला हुआ, मुफ्त निःशुल्क मिला हुआ इस उद्धार के बारे में अगर हम लोगों को नहीं बताते हैं तो हमारा यीशु मसीह प्रकट होने का वो दिन आएगा, वो धर्म का सूरज जो है वो प्रकाशमय होगा। और उस समय में ये बात से अगर हमने उन लोगों को नहीं बताया, मित्रों को नहीं बताया, हमारे आस पड़ोसियों को नहीं बताया तो हम इस मामले में दोषी ठहरेंगे। 1 Corinthians 9:16 അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. पहले कोरिन्थी में इसलिए पौलुस ने कहा, अगर मैं सुसमाचार नहीं सुना तो मुझ पर हाय। 1 Petrus 2:9 നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ പദവി ദൈവം തന്നിരിക്കുന്നുണ്ട്. അത്ഭുത പ്രകാശയെ വിളിച്ചവൻ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാജകീയ പൗരോഹിത്യ വർഗം എന്ന പുരോഹിത വർഗം എന്നവിടെ പറയുന്നു. दूसरा पत्रुस 2:9 में हम देखते हैं, परमेश्वर ने हमको बहुत बड़ी एक पदवी दिया है, जिसने हमसे अंधकार में से हमें उस उजाला में बुलाया। उसका गुण को बताने के लिए हमें एक राजकीय शाही याजक का पदवी दिया है। हमें रॉयल प्रीस्टहुड, രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്ന ഒരു വലിയ പദവി തന്നത് നമ്മളെ പാപത്തിന്റെ ഉപദേശപ്രസംഗിന്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് രക്ഷപ്പെടുത്തിയവന്റെ സൽഗുണങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ജോലിയോട് ബന്ധപ്പെട്ടാണ് ഈ തസ്തികാനാമം നമുക്ക് തന്നിരിക്കുന്നത്. और ये जो औदा हमको दिया है, राज पदधारी जो याजकों का समाज है, प्रभु ने हमको जो दिया वो बातें दूसरों को बताने के लिए ये पदवी और औदा हमको दिया गया है।
ഉയർന്ന തസ്തികയിൽ ജോലി കിട്ടിയിട്ട് പണി ചെയ്യാതെ കൊണ്ട് തസ്തികാനാമം പറഞ്ഞ് പ്രശംസിച്ചിട്ടെന്ത് കാര്യം? उस ऊंचे पदवी पर नौकरी मिलने से अगर हम नौकरी ना करें तो उस पदवी को बता के क्या लाभ है? അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മത്തായി 25:14 മുതൽ 30 വരെ വായിക്കുമ്പോൾ കർത്താവ് താലന്തിന്റെ മുമ്പ് പറയുന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. और मत्ती 24 उसका 15 का 30 से लेके वहां पर जो यीशु मसीह दृष्टांत कहते हैं वो सब लोग जानते हैं. ആമേൻ. ഓരോരുത്തർക്കും അവരവർക്ക് ലഭിച്ച താലന്തിനൊത്തവണ്ണം ആ താലന്ത് കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യണം, ശുശ്രൂഷിക്കണം, ആ താലന്ത് വ്യാപാരം ചെയ്യണം. हर व्यक्ति को जिस तरह से वरदान मिला है उस हिसाब से उसको सेवकाई करना है, परमेश्वर का सेवा में लगा रहना है. ആമേൻ ആമേൻ. ഈ 5 താലന്ത് ഒരു പക്ഷേ ചിലപ്പോൾ ലഭിച്ചില്ലെങ്കിലും 2 കിട്ടി കാണും. ഇനി 2 കിട്ടിയില്ലെങ്കിലും 1 താലന്തെങ്കിലും കിട്ടാത്ത ആരും ദൈവസഭയ്ക്കകത്തില്ല. अभी अगर हो सकता है आपको 5 ना मिले तो 2 तो मिला होगा, ऐसा कोई भी नहीं है जिसको कोई भी वरदान ना मिला है. അവിടെ പരാമർശിക്കുന്ന വേറെ ഭാഗത്തെ ആ 1 താലന്തുകാരൻ ചെയ്ത പണി നമ്മൾ നമ്മുടെ 1 താലന്ത് കൊണ്ട് ചെയ്യാതിരുന്നാ മതി. वहां पर जो किया है जिसको 1 मिला उसने जो किया केवल वो हमको नहीं करना है. അവൻ റൂമാലി കെട്ടി മണ്ണിൽ കുഴിച്ചിട്ടു. उसने रुमाल में बांधकर उसको मिट्टी में दबा दिया. ആമീൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആമീൻ. അവനെ കാലും കൈയും കെട്ടി പിന്നത്തേതിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളാനിടയായി തീർന്നു. और उसके लिए क्या हुआ? उसका हाथ पांव बांधकर बाद में उसको सबसे कठोर अंधकार में फेंक दिया गया. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം ചെയ്ത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തയോടെ അതേ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നത് മാത്രവും പോരാ, നമ്മളെ ഏൽപ്പിച്ച സ്ഥാനത്ത് കർത്താവിന്റെ വേലയിൽ ദൈവം തന്നിരിക്കുന്ന പങ്കും കൂടെ വിശ്വസ്തയോടെ നമ്മൾ പൂർത്തീകരിക്കണം. तो हमने केवल परमेश्वर के बात में विश्वास करके सच्चे जीवन को जीते हुए, हमारे बलिदानों को चढ़ाते हुए केवल हमारी धन के मामले में विश्वास योग्य हो इतना ही नहीं, लेकिन जो सेवकाई का भार जो बोझ हमारे ऊपर दिया है उस सेवा को भी विश्वास योग्यता के साथ हमको निभाना है. പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച്, തന്റെ ജീവിതത്തിന്റെ ആഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ഞാൻ പ്രാണനെ വിലയേറിയായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. प्रेरितों के काम में ऐसा किया है, मेरे बात में ज्यादा कुछ बताने के लिए नहीं, लेकिन परमेश्वर ने जो सेवा दिया है उस सेवा को किसी भी रीति से मुझे बस पूरा करना है. കർത്താവ് തന്ന ശുശ്രൂഷ, परमेश्वर ने सौंपा हुआ सेवा. എന്നെ ഏൽപ്പിക്കാത്തൊരു ശുശ്രൂഷ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. मुझे जो दिया नहीं है वो मुझे करने की जरूरत नहीं. ബഹുമാന്യ നിത്യതയിൽ വിശ്രമിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ ബില്ലി ഗ്രഹാമിന്റെയും ബോങ്കയുടെയും ശുശ്രൂഷ നമുക്ക് തന്നില്ലെങ്കിലും നമുക്ക് തന്നൊരു ശുശ്രൂഷയുണ്ട്, അത് മാത്രമേ ദൈവം നമ്മളോട് ചോദിക്കത്തുള്ളൂ. अनंतता में सेवा करने वाले बिल्ली ग्राम और बॉन्गे की जो सेवक आई है वो शायद हमें नहीं दिया होगा, जो सेवा हमें दिया है केवल उसी का हिसाब हमसे मांगा जाएगा. തന്ന ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ച താലന്ത് ദൈവം ചോദിക്കും. तो जो वरदान हमको दिया है और जो सेवा हमको सौंपा गया है उसका हिसाब परमेश्वर जरूर मांगेगा. നമ്മുടെ ജീവിതം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നമുക്ക് ലഭിക്കുന്ന അവസരം കൊണ്ടോ നമ്മുടെ കർത്താവിനെ എങ്ങനെയെങ്കിലും നമ്മളോട് ബന്ധപ്പെടുന്നവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ ഉത്തരവാദികളാണ്. हमारे जीवन में, हमारे व्यवहार में जिस किसी भी लोगों से हमारा संपर्क होता है उन तमाम लोगों को किसी भी रीति से हमारा यीशु मसीह का परिचय कराना, ये हमारा सबसे बड़ा उद्यम है. ഈ പാൻഡമിക് പീരീഡിൽ നടക്കുന്ന സ്നാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस महामारी के बीच में भी जो बपतिस्मा होता है उसके लिए मैं प्रभु का धन्यवाद करता हूँ. ഈ സമയത്ത് കർത്താവിന്റെ ജയം ചെയ്യാനും ആത്മാക്കളെ നേടാനും കഴിയുമെന്നത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. इस समय में भी परमेश्वर की सेवा कर सकते हैं, आत्मा को पा सकते हैं, ये साबित हो रहा है. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹം, ഞാൻ ചർച്ചിൽ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ദൈവസ്വതം ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഏതെങ്കിലും ശരീരത്തിന് വേണ്ടതുപോലെ ബലവും ശക്തിയും ഇല്ലാത്ത ഒരു സാധുവായ വ്യക്തി, ഒരു അനാരോഗ്യാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി കർത്താവിന്റെ വേലയിൽ ഒരു ചെറിയ പങ്കെങ്കിലും നിവർത്തിക്കാൻ കഴിയും. मैं अक्सर ऐसा कहता हूँ और कलीसिया में अक्सर बोलता हूँ कि हमारा कलीसिया में कोई भी व्यक्ति क्यों ना हो, कितना भी धर्धन क्यों ना हो या निर्धन क्यों ना हो या किसी भी वश में अगर रोग या पीड़ा में भी लगा हो, लेकिन वो भी अपने बस में अपने वरदान के अनुसार परमेश्वर ने सौंपा हुआ सेवा के अनुसार कलीसिया में सेवकाई का कुछ तो भाग वो भी कर सकता है. കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയും. अब बिस्तर पे लेटकर भी परमेश्वर की सेवा कर सकते हैं. ആരോഗ്യമില്ല, എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ലാത്തപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയും. आप बीमार हो और आप बिस्तर पकड़े हो, लेकिन ऐसा समय में भी आप प्रभु की सेवा कर सकते हैं.
ആമേ എങ്ങനെയാണ് വിലയാൻ കഴിയുന്നത്? അവിടെ കിടന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയും. कैसे कर सकते हैं? वहां पर उस बिस्तर पे बड़े बोझ के साथ, आंसुओं के साथ नष्ट होने वाले लोगों के लिए प्रार्थना कर सकते हैं। ആമീൻ. നമ്മുടെ കർത്തദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, മിഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, എല്ലാ സ്ഥലങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. हमारे सेवकों के लिए, प्रभु के दासों के लिए, सारे नुमाइंदों के लिए और हर जो हमारे जगह पे प्रांत प्रदेश के लिए हम प्रार्थना कर सकते हैं। നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ, हम प्रार्थना के कक्ष में जब बैठते हो, ആദ്യം നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. सबसे पहले हमारे पड़ोसी, आस पड़ोसियों के लिए प्रार्थना करना। പിന്നെ പഞ്ചായത്തിനെ, കോർപ്പറേഷനകത്തുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. उसके बाद हमारे पंचायत, हमारे जिले के लोगों के लिए प्रार्थना करना। ആമീൻ. പിന്നീട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. उसके बाद वो पूरे जिले के लिए प्रार्थना करना। പിന്നെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. उसके बाद हमारे राज्य के लिए प्रार्थना करना। നമ്മുടെ സ്റ്റേറ്റുകളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. उसके बाद हमारे सारे राज्यों के लिए प्रार्थना करना। അങ്ങനെ നാം പാർക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ऐसे हम जिस राज्य के निवासी हैं, जिस देश में है, उस देश के लिए प्रार्थना कर पाएंगे। വലുതായി മുഴു ഭൂഖണ്ഡങ്ങളെയും മുഴു രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. और ऐसा बढ़ते हुए सारे उपद्वीपों के लिए, पूरे संसार के लिए हम प्रार्थना कर सकते हैं। ആമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോ പിന്നെ നമ്മുടെ കാര്യം പ്രാർത്ഥിക്കാൻ നേരമില്ലാതെ വരട്ടെ. और ऐसा प्रार्थना करते करते हमारी निजी बातों को प्रार्थना करने के लिए समय ना हो, ऐसी अवस्था हो। യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന് സ്ഥിതിക്ക് വേദം വായിച്ചിട്ടുണ്ടല്ലോ. वचन में हमने पढ़ा है ना, ईयोब ने जब अपने मित्रों के लिए प्रार्थना किया, ईयोब की अवस्था में बदलावट हुआ। അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, ആമീൻ, ഞാൻ എല്ലാ രാജ്യങ്ങളെയും സന്ദർശിച്ചിട്ട് വരികയാണ്. ऐसा प्रार्थना करके जब उठेंगे तो हमसे ये कहना है, मैं तमाम राज्यों में, देशों में भेंट कर आ रहा हूँ। എയർ ടിക്കറ്റ് ഇല്ലാതെ, ആമീൻ, വിസ ഇല്ലാതെ എല്ലാ രാജ്യത്തിലും നമുക്ക് പോകാൻ കഴിയും. बिना एयर टिकट के, बिना वीजा के हर राज्य में आप पहुंच सकते हैं। എന്റെ ഒരു സ്നേഹിതൻ പണ്ട് കത്തെഴുതുമ്പോൾ തന്റെ കത്തിന്റെ അവസാനം ഇങ്ങനെ വാക്ക് ചേർക്കുമായിരുന്നു. मेरा एक मित्र जब वो खत लिखता था, खत के आखिर में वो ऐसा लिखता था, പ്രാർത്ഥനയിൽ പരസ്പരം കാണാം. प्रार्थना में आपस में देखेंगे। നേരിട്ട് കാണുന്നത് ഒരു പ്രാർത്ഥനയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. जो सही से सीधा तरीके से देखते हैं, वैसा ही प्रार्थना में आपस में देखते रहना। ആമീൻ. അപ്പോൾ സകല മിഷന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. सब सारे मिशनरियों के लिए हम प्रार्थना कर सकते हैं ना। രാജ്യത്തെ ദുർഘടമായ മേഖലകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. हमारे राज्य की जो दुर्घट अवस्था है, उसके लिए हम प्रार्थना कर सकते हैं ना। നേതാക്കന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. माँ बाप के लिए हम प्रार्थना कर सकते हैं ना। പുതിയ നിയമത്തിന്റെ ദൈവാലയമാണ് വിഷയമായിരിക്കുന്നത്. वहाँ पे पुराना नियम के बारे में अगर बताया गया है, तो यहाँ पर नया नियम का परमेश्वर के मंदिर के बारे में बताया है। ആമീൻ. ആമീൻ. നിങ്ങൾ മലയിൽ ചെന്ന്, ആമീൻ, മരം കൊണ്ടുവന്ന ആലയം പണിവീൻ. तुम पर्वत में जाकर, जंगल में जाकर लकड़ी लेके आकर तुम अपना ये निवास बनाओ। നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ധാരാളമായി സമ്പാദിച്ചിട്ടും ആമീൻ അത് തൂകിപ്പോകത്തക്കവണ്ണം സഞ്ചിയിൽ അത് ഇടുന്ന അവസ്ഥയാണെന്ന് അവിടെ പറയുന്നുണ്ട്. वहाँ पर लिखा है, ये सब ना करने की वजह से तुम जो जिस थैली में डालते हो उसमें से रिसाव होता है, ऐसा तुम्हारा अनुभव है। എന്നാൽ ആലയ പണിക്ക് വേണ്ടി നിങ്ങൾ എപ്പോൾ ഉത്സാഹം കാണിക്കുമോ അപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുമെന്ന് പറയുകയാണ്. लेकिन मंदिर का निर्माण के लिए जब से तुम इच्छा दिखाओगे, तब से मैं तुम्हें आशीष दूंगा, ऐसा लिखा है। ആരുടെ കൂടെ ഇരിക്കാമെന്ന് പറയുന്നതിലും കൂടുതലായിട്ട് ഉറപ്പോടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ സുവിശേഷം പങ്കുവെക്കുന്നവരുടെ കർത്താവ് ഇരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. किसके साथ बैठेगा, ये कहने के ऊपर में जो भरोसा के साथ परमेश्वर कहता है, जो परमेश्वर की सेवकाई करता है, सुसमाचार सुनाता है, उसके साथ यीशु हमेशा रहेगा। മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 28-ാം 18 മുതൽ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. मत्ती के 28 में हम लोग वो पढ़ सकते हैं। സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും നാമം പരിശുദ്ധാത്മാവിന്റെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. यीशु ने उनके पास आकर कहा कि स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है, इसलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम में बपतिस्मा दो, और उनमें सब बातों में से मैं तुम्हें आज्ञा दी ये मानना सिखाओ, और देखो मैं जगत के अंत तक सदैव तुम्हारे संग रहूंगा। ആമേൻ. ആമേൻ. പലരും
ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറയല്ല, ഒരു സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്. പലരും പ്രാർത്ഥനയിൽ ഇങ്ങനെ സംബോധന ചെയ്ത് കാണുന്നത് കേട്ടിട്ടുണ്ട്, പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവമേ ഇങ്ങനെ സംബോധന ചെയ്തത് കാണാൻ കഴിയും. बहुत से लोग प्रार्थना करते समय परमेश्वर को इस तरह से वो प्रतिनिधित्व करते हैं और वो ऐसा कहते हैं ये वचन को लेकर कि संसार के अंत तक सदैव रहने वाला परमेश्वर, എല്ലാവരുടെയും കൂടെ കർത്താവ് ഇരിക്കട്ടെ, सबके साथ परमेश्वर बैठे. എന്നാൽ ആരുടെ കൂടെയാണ് വാസ്തവമായി ഇരിക്കാമെന്ന് ഉറപ്പോടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? लेकिन किसके साथ सचमुच में परमेश्वर बैठने का प्रतिज्ञा किया है? ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതൽ 20 വരെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നവരുടെ കൂടെയാണ് അവിടുന്ന് ഇരിക്കാമെന്ന് അങ്ങനെ തന്നെ ഉറപ്പായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. का सुसमाचार 28 अध्याय में 18 से लेकर 20 तक जो सेवकाई परमेश्वर का करता है और वैसा ही करता है उन लोगों के साथ सदैव मैं रहूंगा, ऐसा यीशु मसीह की प्रतिज्ञा है. അതിന് യോഗ്യമായ ഉദാഹരണമാണ് പത്മോസ് ദ്വീപിലേക്ക് തുറന്ന ജയിലെന്ന് പറയുന്ന പത്മോസ് ദ്വീപിലേക്ക് തള്ളപ്പെട്ട യോഹന്നാന്റെ അടുക്കിലേക്ക് കർത്തൃ ദിവസത്തിൽ സർവശക്തനായ ദൈവം തന്റെ അടുക്കിലേക്ക് വന്നു സംസാരിക്കുന്നു. और इसका बहुत अच्छा उदाहरण है जो प्रभु के दास को पत्मोस के उस टापू पर डाला गया था, जिसको खुला जेल कहा गया था. वहां पर पवित्र दिन में परमेश्वर की आत्मा उसके ऊपर उतर आया. താൻ പ്രാണതുല്യമായി സ്നേഹിക്കുന്ന ഏഷ്യാവിലെ 7 സഭകളിലെ കൂട്ടുവിശ്വാസികൾ, അവിടുത്തെ കർത്തദാസന്മാർ, അവരിന്നെല്ലാം അകന്ന് ഇതാ ജീവനെ കൈപിടിച്ചുകൊണ്ടെന്നതുപോലെ പ്രത്യാശ മാത്രം കൈ മുതലായിക്കൊണ്ട് ആ പത്മോസിന്റെ ഏകാന്തതയിൽ താൻ ഒറ്റയ്ക്ക് ആ വിജനമായ മരുഭൂമി ആ പാറക്കെട്ടിനകത്ത് കിടക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നു വരികയാണ്. വിശ്വസ്ത സാക്ഷി എന്നുള്ള പേരോടുകൂടെ കർത്താവ് കടന്നു വരികയാണ്. യോഹന്നാനെ ഭയപ്പെടണ്ട. वहां पर अपना प्रेम करने वाले लोगों से, कलीसियाओं से, वो आशिया के सातों कलीसिया से दूर होकर इस तरह से वो टापू में विवश होकर पत्थरों के बीच में जब पड़ा हुआ है, उस समय में वो प्रेम करने वाला केवल परमेश्वर की आशा उसके पास से जो संपत्ति कह सकता है, उस समय में प्रभु उसके पास आकर हे विश्वास योग्य यूहन्ना, ऐसा कहते हुए उसके पास आता है. ദൈവങ്ങളെ ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാനം ചെയ്ത് ആകയാൽ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ചുമല് ആത്മാക്കളെ നേടുന്നതോട് ബന്ധപ്പെട്ട് നമ്മുടെ അഭിഷിക്ത കർത്തദാസന്മാരോട് നിന്ന് സഭയോട് ചേർന്ന് ദേശത്ത് എവിടെ നിന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയുമോ മാക്സിമം ആത്മാക്കളെ നേടുന്ന വേലയിൽ വർദ്ധിച്ചു വരിക. ആര് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. इसीलिए इतना कहकर समाप्त करना चाहूंगा. आपको जहां भी परमेश्वर ने रखा है, जिस कलीसिया में रखा है, वहां के प्रभु के साथ मिलकर आत्माओं को पाने के लिए जिस तरह से भी बन पड़े, उस तरह से सेवकाई में आप लोग भी हाथ को बटाए. ऐसे लोगों को आपके पास लाने के लिए, आकर्षित करने के लिए, मसीह के बारे में बताने के लिए, सेवा करने के लिए आप लोग आगे बढ़े. और ऐसा अगर आप करते हैं तो चाहे कोई भी आपके साथ ना हो, निश्चित तौर पर परमेश्वर आपके साथ होगा. हमें കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. आंसुओं से जो बोता है वो हर्ष के साथ पाएगा. പ്രാർത്ഥനയിൽ ആരംഭിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി പ്രവൃത്തിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാം. ഒരുപിടി ആത്മാക്കളുമായിട്ട് ദൈവമാകെ നിൽക്കുവാൻ നമുക്കിടയായി തീരട്ടെ. प्रार्थना में हम आरंभ करेंगे. परमेश्वर हमारी सहायता करने पाए. एक झुंड लोगों को, विश्वासियों को परमेश्वर के सामने सामर्थ्य से खड़ा करने के लिए प्रभु हमारी सहायता करने पाए. ഇങ്ങനെ സുവിശേഷ വേലയിലെ പങ്ക് നിർവഹിക്കാത്ത നിമിത്തം നമ്മുടെ മേൽ കടന്നു വരാൻ സാധ്യത ബന്ധനങ്ങൾ നമുക്ക് വിടുതൽ പ്രാപിക്കാം. ऐसे सुसमाचार की सेवकाई में हम ना आ पाए, इस तरह हमें रोकने वाले सारे ठोकर को हम छोड़ देंगे. ഇങ്ങനെ സകല അന്യായ ബന്ധനങ്ങളും അടിച്ചുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞും ഈ നിലവാരത്തിൽ തുടരുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും. ऐसे अन्याय के सारे बंधनों को छोड़कर हम जिएंगे, उसे तोड़ देंगे, तो हमारा जीवन एक आशीष का जीवन होगा. അതിന്റെ മറുപടി അഭിഷേകം പറഞ്ഞ അപ്പോൾ നീ വിളിക്കും ഞാൻ ഉത്തരമരുളും, നീ അപേക്ഷിക്കും ഇതാ ഞാൻ വരുന്നു എന്ന് പറയുന്നു. और इसी का उत्तर हमको यशायाह नबी 98 में लिखा है, तू जब पुकारेगा मैं आऊंगा, जब तुझे जरूरत होगा उस ठीक समय पर मैं तेरे बचाव करूंगा. തത്സമയം തരേണ്ട മറുപടി തത്സമയവും പിന്നത്തേതിൽ തരേണ്ട മറുപടി പിന്നത്തേതിൽ തരുന്ന അവസ്ഥകളും അതുവരെ ആശ്വാസങ്ങളും തന്നെ നമ്മെ സഹായിക്കും. वो जो सही समय में हमको जो उत्तर मिलना है वो उस समय में, और जो उत्तर दीर्घ से देना है उसको थोड़े समय के बाद, और उस समय तक आश्वासन देकर हमारा परमेश्वर हमें चलाएगा. അങ്ങനെയുള്ളവരുടെ ആത്മീയ അന്ധകാരവും ഭൗതിക അന്ധകാരവും ദൈവം മാറ്റും.
ऐसे लोगों का आत्मिक और जो भौतिक जो अंधकार है वो मिटा देगा। തകർന്ന തരിപ്പണമായി പോയിരിക്കുന്ന അനേക സ്ഥാനങ്ങളെ പണിതുദ്ധരിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ അങ്ങനെയുള്ളവരെ ഉപയോഗിക്കും. और जहां पर नाश हुआ है उन जगहों को निर्माण करने के लिए परमेश्वर ऐसे लोगों का इस्तेमाल करेगा। ആമേൻ കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും പേരുണ്ടാവും. और जो चंगा कर सकता है, बिगड़ों को अच्छा कर सकता है, ऐसा तेरा नाम होगा। ആമേൻ ദേശത്തിന്റെ ഉന്നതികളിൽ കൂടെ കർത്താവ് വാഹനമേറി അവരെ ഓടിക്കും. और संसार के उत्तम जगहों में से वो वहां से उसको ले जाएगा। ആമേൻ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും ആത്മീയമായി പുതിയ നിയമത്തെ സഭയ്ക്ക് വെച്ചിരിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഭൗതിക ലോകത്ത് ഒരു അനുഗ്രഹമായിരിക്കുകയും നിത്യതയിൽ കർത്താവിനോടൊപ്പം നിത്യാനിത്യകം തേജസ്സേറിയ അനുഭവം പ്രാപിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കും. नया नियम का और पुराने नियम दोनों ही संदर्भ में नया नियम के लिए रखा हुआ तमाम आशीषों के साथ हमें चलाकर वो अनंतता में परमेश्वर के साथ आनंद करने हम पाएंगे। ആമേൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിലൂടെ അവൻ നമുക്ക് നമ്മളെ സഹായിക്കും. विश्वास के पिता जो अब्राहम है उस पिता के वो जो आशीष है वो प्रतिज्ञा हम लोगों को परमेश्वर ने दिया है यीशु मसीह के माध्यम से। ഇന്നലെ വാക്കുകളുടെ ചുരുക്കുകയാണ്. आज मैं सुनने वाले सारे मैं मेरे वचन को समाप्त करता हूँ. ഈ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ പഠിച്ച ഈ വചനങ്ങളും ആകെ നമ്മളെ പിന്നെയും ആത്മപരിശോധന നടത്തുകയും इन दिनों में जो भी वचन हमने सुना उस वचन के सामने अपने आप को जांचे, हमारा आत्म निरीक्षण करे. हमें പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഈ തിരുവചനം അതിന്റെ നിലയിൽ ഏറ്റെടുത്ത് അനുസരിച്ച് ആമേ സ്വന്തം അതെ എല്ലാ ബന്ധനങ്ങളിലും വിടുതലുള്ളവരായി ക്രിസ്തുവേശുവിന്റെ സ്വാതന്ത്ര്യത്തോട് നമുക്ക് പിന്നീട് തുടർന്നുള്ള ജീവിതം നയിക്കുവാൻ സംഗതിയാകട്ടെ. परमेश्वर की आशीष को पाते हुए तमाम बंधनों से छुटकारा पाते हुए स्वतंत्र होकर परमेश्वर में हम लोग अपनी सेवकाई को करने पाए. आमीन. ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, അതിനുശേഷം ബഹുമാന്യ കർത്താദാസൻ ശുശ്രൂഷിക്കും. एक वचन में प्रार्थना करना चाहूंगा, उसके बाद प्रभु का दास सेवकाई करेगा. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയ മക്കൾ നിൽക്കുന്ന ദിവസങ്ങളായി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ വാദവിരുദ്ധങ്ങളായിരിക്കുമ്പോൾ ഈ 4-5 ദിവസങ്ങൾ കർത്താവേ എളിവനും അവിടുത്തെ ജനത്തിന് മധ്യേ അവിടുത്തെ വചനം പങ്കുവയ്ക്കുവാൻ തക്കണം ഈ അവസരം അവിടെ ഒരുക്കി തന്ന സ്നേഹത്തിനായ സ്തോത്രം. അവിടുത്തെ പ്രിയ മക്കളെ അതിനുവേണ്ടി നിമിത്തമായിട്ട് നിയോഗിച്ച ദൈവസ്നേഹത്തിനായി സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളുമായിട്ട് എന്ത് പങ്കുവയ്ക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗൈഡൻസ് കർത്താവ് നൽകി തന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഈ വചനങ്ങൾ കർത്താവെ അടിന്റെ ഹൃദയത്തിലോട് പ്രകാശിപ്പിച്ചെന്നു അവിടെ പ്രിയ മക്കളുമായി പങ്കുവെച്ചു. ഇതിനു മുമ്പാകെ ഒരിക്കൽ കൂടെ അടിയനെ തന്നെ അങ്ങനെ തന്നെ അതിന്റെ നിലവാരത്തിൽ തേജസ്സേറിയ ഫലം കായ്ക്കുവാൻ തക്കണം കർത്താവെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളിൽ ഈ വചനപ്രകാരം നിലകൊള്ളുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ പിന്നെയും അധികമായി വർദ്ധിച്ചു വരുവാനിടയായി തീരുകയും ആർക്കെങ്കിലും കർത്താവെ ഈ കാര്യത്തെ നിങ്ങൾ അന്യത നിമിത്തം ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെന്നൊരിക്കലും വരും ദിവസങ്ങൾ കർത്താവെ ഈ തിരുവചന വെളിപ്പാടിൽ കാര്യങ്ങൾ വളരെ ശക്തമായി ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി സജ്ജമാകുവാൻ ശത്രുവകാശം പറയുന്ന ഒരു ചെറിയ കാര്യം പോലും ഇവിടെ ജീവിതത്തിൽ ഇല്ലാതെ കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടെ നിശ്ചായുസ് കഴിച്ചുകൊണ്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രത്യേകമായ മഹാമാരിയുടെ കാലത്ത് ദൈവത്തിന്റെ വചനം കാക്കുന്ന തന്റെ ജനത്തെ അവിടുന്ന് കാവൽ ചെയ്യുമെന്നുള്ള വലിയ വാഗ്ദത്ത പ്രകാരം അവിടുന്ന് കൽപ്പിക്കുന്ന സുരക്ഷത്തും കീഴിൽ ഞങ്ങൾ പിന്നെയും ആയിരിക്കട്ടെ. കൃപയെ ഞങ്ങൾ ആശ്രയിക്കുന്നു, പറയുന്നു, മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയുമായിരിക്കുന്ന മക്കളെ ശരീരമായിട്ടും ആത്മീയമായിട്ടും ബലപ്പെടുത്തണമേ. എല്ലാ മഹത്വവും നീ അർപ്പിക്കുന്നു. പ്രാർത്ഥനയായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.